ഇന്ന് പലരും പ്രവചനം പറയുന്ന വന്നിരിക്കുന്നവരുടെ പേരാ മോളി. റീന. വന്നിരിക്കുന്നവരുടെ പേരാ. മിണ്ടുന്നില്ല. അല്ല, മിണ്ടിയിട്ട് കാര്യവും ഇല്ല. ഇന്ന് വന്നിരിക്കുന്നവരുടെ ആരുടെയും പേരാ. ശിങ്കടികളൊക്കെ നേരത്തെ ഇവിടെ കോരേശ് ജനിക്കുന്നതിന് മുമ്പ് കോരേശിന്റെ പേര് പറഞ്ഞാ പ്രവചിച്ചത്. അതാ പ്രവചനം. നിങ്ങൾ ചില യോഗത്തിനൊക്കെ ചെന്ന് ഇപ്പൊ പ്രവചിക്കുന്നേ കടഭാരത്താൽ വലയുന്ന ചിലരെ കാണുന്നു. അയ്യോ, ഇരിക്കുന്നത് 90% കടവായിട്ടിരിക്കുക. പിന്നെ ആരും മിണ്ടുന്നില്ലെന്ന്. മാനസിക പ്രയാസമുള്ള ചിലരെ ആത്മാവ് ഇരിക്കുന്നത് 99% മാനസികമാ. നിന്റെ വീട്ടിലൊരു കാളയെ കാണും. കാളയുണ്ടോ? ഒന്ന് നമ്മളിരുന്ന് ഓ അപ്പോ ഇങ്ങോട്ട് പിന്നെയും കുനിഞ്ഞു കിടക്കാൻ, ഇങ്ങോട്ട് നോക്കാൻ. നമ്മള് ചിന്തിച്ചു വന്നത് ചരിത്ര പുസ്തകങ്ങളാ. യോശുവയുടെ പുസ്തകം മുതൽ എസ്തേറിന്റെ പുസ്തകം വരെ ഇസ്രായേലിന്റെ ആ ചരിത്രം ഏതാണ്ട് തീരുന്ന ഭാഗമാണ് എസ്രായുടെ പുസ്തകവും നെഹമ്യാവിന്റെ പുസ്തകവും എസ്തേറിന്റെ പുസ്തകവും പഠിക്കുമ്പോൾ. അപ്പോൾ എസ്രായും നെഹമ്യാവും ആ രണ്ട് പുസ്തകം പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ദൈവജനത്തിന്റെ ചരിത്രവും സംഭവങ്ങളുമാണ്. ആലയം പണിയും മതിൽ പണിയും. മടങ്ങി വരാതെ അവിടെ തന്നെ നിന്നവരുടെ ജീവിതത്തിൽ സംഭവിച്ച പ്രധാന ഒരു വിഷയമാണ് എസ്തേറിന്റെ പുസ്തകം. അങ്ങനെയാണ് ഇത് പഠിക്കുന്നത്. നമ്മൾ ചിന്തിച്ചു വന്നത് ഇവര് ബാബേലിൽ അടിമകളായി പോയി. എല്ലാവരെയും നെബൂഖദ്നേസർ രാജാവ് കൊണ്ടുപോയില്ല. രണ്ട് ഘട്ടമായിട്ടാണ് ഇവരെ ഈ 12 ഗോത്രത്തെ 2 സ്ഥലത്തേക്ക് കൊണ്ടുപോയത്. BC 521 അശൂറിൽ നിന്ന് ശൽമനേസർ വന്ന് ഇവരെ പിടിച്ചുകൊണ്ടുപോയി. BC 606 നെബൂഖദ്നേസർ രാജാവ് വന്ന് യെരൂശലേം നിരോധിച്ച് ഇവരെ ബാബേലിലേക്കും കൊണ്ടുപോയി. പഴയൊരു പാട്ടിന്റെ വരിയുണ്ട്, സൈമൺ സാർ എഴുതിയതാ. സിംഹപ്രതാപിയാം ബാബിലോൺ രാജൻ സാമ്രാജ്യമൂർത്തിതൻ പൊൻശിരസായോൻ BC 606 സ്വരാജ്യം സ്ഥാപിച്ചു തന്നിച്ച പോലെ നടത്തിനാൻ 5-ാം രാജിതം ഉണ്ടാമേ. പരമ5-ാം രാജിതം ഉണ്ടാമേ. തുഞ്ചിടാതെ കേൾക്കിൽ നിന്ന് നെഞ്ചിലാനന്ദം വളർത്തും 5-ാം രാജിതം ഉണ്ടാമേ. സിംഹപ്രതാപിയാം ബാബിലോൺ രാജൻ സാമ്രാജ്യമൂർത്തിതൻ പൊൻശിരസായോൻ BC 606 സ്വരാജ്യം സ്ഥാപിച്ചു തന്നിച്ച പോലെ നടത്തിനാൻ 5-ാം രാജിതം ഉണ്ടാമേ. ഈ പാട്ട് ഒരിക്കലേ കുമ്പനാട്ട് പൂവത്തൂര് കുറവക്കാല പാപ്പിച്ചായനെ കുമ്പനാട് കൺവെൻഷന്റെ ഒരു ദിവസം പകല് പാടിയത് ഞാനിപ്പോൾ ഓർക്കുന്നു. പിന്നെ ഇങ്ങനെയുള്ള പാട്ടുകൾ പാടുന്ന ആളായിരുന്നു ഈ അടുത്ത സമയത്ത് കടന്നുപോയ കർത്താവിൽ പ്രസിദ്ധനായ MV വർഗീസ് പാസ്റ്റർ അവർകൾ. ശുശ്രൂഷകരുടെയൊക്കെ കൂട്ടത്തിൽ അദ്ദേഹം നന്നായിട്ട് പാടും. വേറെയും പാടും, നിങ്ങളും ചിലപ്പോൾ പാടും. ഇപ്പം നിങ്ങളുടെ ഈ മൈക്ക് ഇല്ലാത്തതുകൊണ്ടാണെന്ന് എനിക്കറിയാം. പാസ്റ്റർ ഈ മൈക്ക് ഇരിക്കുക കൊണ്ടാണ് ഞങ്ങൾ പാടാത്തത് എന്ന് ഉള്ള ചിന്താഗതിയോടിരിക്കുന്നവർ ഇതിനകത്ത് കാണും. അപ്പൊ എന്തായാലും ഒരു കാര്യം പറയട്ടെ, ഈ ബാബിലോണിൽ നിന്ന് നെബൂഖദ്നേസർ രാജാവ് വന്നിവരെ അടിമകളായി പിടിച്ച് ബാബേലിലോട്ട് കൊണ്ടുപോയി. എല്ലാവരെയും കൊണ്ടുപോയില്ല. നമ്മൾ പകലും ചിന്തിച്ചല്ലോ ആരെയൊക്കെയാ കൊണ്ടുപോയത്. പിന്നെ എല്ലാ യെരൂശലേമിലെയും സകല പ്രഭുക്കന്മാരും ഇതിൽ അമ്മാമ വളരെ നോട്ട് ചെയ്തായിരിക്കുന്ന വാക്യങ്ങളെല്ലാം വളരെ അഭിനന്ദിക്കുന്നു. ഈ വിത്തുഗുണം ഉണ്ടല്ലോ, അപ്പം അതിൻ്റെയൊക്കെ ഉണ്ട്. പിന്നെ അതിന് സംസ്കൃതത്തിലൊരു പ്രയോഗമുണ്ട്, ജന്മനാജായത എന്ന. ജന്മനാജായത. അപ്പം അങ്ങനെ ഉണ്ട്.
ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എല്ലാ യെരൂശലേമിലെയും വായിച്ചേ. സകല പ്രഭുക്കന്മാരും സകല പരാക്രമശാലികളുമായ 10,000 പേരെയും എല്ലാ ആശാരിമാരെയും സെലക്ട് ചെയ്ത അവൻ ആളിനെ കൊണ്ടുപോയത്. അവന് മനസ്സിലായി ഇതിനെ എല്ലാത്തിനെയും കൂടെ കൊണ്ടുപോയിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. അതാ ഞാൻ പറഞ്ഞ പിശാചിനും വേണ്ടാത്ത ആൾക്കാരുണ്ട്. നമ്മൾ പറയാം ഇവനെ അങ്ങ് കൊണ്ടുപോകും, എനിക്ക് അവനെ വേണ്ടാന്ന് പറയും. അപ്പൊ നെബൂഖദ്നേസർ രാജാവ് വന്നപ്പോഴും സെലക്ട് ചെയ്താ കൊണ്ടുപോയത്. അപ്പൊ ഇവരെ കൊണ്ടുപോയി ബാബേലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുചെന്ന് കിന്നരമെല്ലാം അലരി വൃക്ഷത്തിൽ തൂക്കിയിട്ടു. ഇത് അലരി വൃക്ഷത്തിൽ തൂക്കേണ്ട സാധനമാണോ? പിന്നെ വായിക്കേണ്ട സാധനമാണ്. നാട്ടിൽ പോയപ്പോൾ നല്ല ബൈബിളും ഒക്കെ മേടിച്ചോണ്ട, പക്ഷെ വായിക്കുകയല്ല. ഇന്ന് എനിക്ക് കുമ്പനാട്ട് പോയി ബൈബിള് മേടിക്കണം. ആരാണ്ട് പറഞ്ഞു സത്യത്തിൽ നല്ല ബൈബിളുണ്ടെന്ന്, സത്യം പബ്ലിക്കേഷൻ. ഞാൻ കൊട്ടാരക്കര TPM കൺവെൻഷന് പോകുമ്പോൾ ബൈബിള് അങ്ങനെ തീരുമാനമുള്ളവരുമുണ്ട്. വേറെ ഒന്നും മേടിക്കുകയല്ല. ആയിക്കോട്ടെ, കൊത്തരുത്. അല്ല, ചിലരെ ഞാൻ കുറ്റമല്ലേ പറഞ്ഞത്, ബൈബിളൊക്കെ നല്ല വില കൂടിയതും വില കുറഞ്ഞതും അക്ഷരം വലിപ്പം ഉള്ളതും വലിപ്പം ഇതെല്ലാം മേടിച്ചു ഇവിടെ കൊണ്ടുവന്ന് വായിക്കുകയല്ല. പിന്നെ ആകെ കൂടെ കൊണ്ടുവരുന്നത് ഞായറാഴ്ചയാ. ചിലര് 10 സഭായത്തിന് 9 മണിയാവും. എന്ത് ചെയ്യടി എൻ്റെ ബൈബിളെന്ന് പോലും പറയാൻ ഒക്കുന്നില്ല, ബൈബിള്. അപ്പം സഹോദരി ചോദിച്ച കഴിഞ്ഞ ആഴ്ച എവിടാ കൊണ്ടുവച്ചേ? കഴിഞ്ഞ ആഴ്ച ഞാൻ കൊണ്ടുവന്നായിരുന്നോ? എന്നാ വണ്ടിക്കകത്ത് കാണും, വണ്ടിക്കകത്ത് കാണും. അതോ ചർച്ച ചെയ്യാൻ വെച്ച ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ പോയെടുത്ത് ഇരിപ്പോണ്ടതാ. കഴിച്ചു കഴിഞ്ഞപ്പോൾ നല്ല എടുപ്പെടുത്തേച്ച് പിന്നെ ഇതെല്ലാം മറന്നുപോയി, നല്ല പെരുക്ക് തിരിഞ്ഞു പോകുന്നു. ആടെ ഞാൻ വിവരിക്കുന്നില്ല, ദൈവത്തിന് മഹത്വം. അപ്പൊ ഇത് ഇപ്പോൾ അലരി വൃക്ഷത്തിൽ തൂക്കിയിട്ടിരിക്കുക. വായിച്ചോ 137 1, 2 വല്ലിയോ? നമ്മൾ പകല് വായിച്ചെങ്കിലും ഒന്നുകൂടെ വായിച്ചോ. ഞങ്ങളുടെ കിന്നരങ്ങൾ അലരി വൃക്ഷ കൊമ്പുകളിൽ ഓരോന്നായി തൂക്കിയിട്ടു ഏറെ മനം നൊന്തവരായി ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയിടുന്നവർ സിയോൻ ഗീതങ്ങളൊന്നു പാടിടുവാൻ ചൊല്ലിയപ്പോൾ ബാബേൽ നദീതീരത്ത് ഞങ്ങളിരുന്നു കൊണ്ട് സിയോനെ ഓർത്ത നേരം താനേ കരഞ്ഞു പോയി. ബാബേൽ നദീതീരത്ത്. അപ്പൊ ഇവരെ ബദ്ധരാക്കി കൊണ്ടുപോയവരെ സിയോൻ ഗീതം ഒന്ന് പാടാൻ പറഞ്ഞു. എങ്ങനെ പാടാനാ? ഇത് അലരി വൃക്ഷത്തിൽ തൂക്കിയിട്ടു. ഇത് തൂക്കിയിടേണ്ടതല്ല, ഇത് വായിക്കേണ്ടതാണ്. അതാന്നല്ലോ നമ്മൾ വായിച്ചത് ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 16-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ആസാബിന്റെ നേതൃത്വത്തിൽ വേറെ 9 പേരും കൂടെ ചേർന്ന് 10 പേര് ഒന്നിച്ച് കിന്നരം വായിച്ചെന്ന. വായിച്ചോ 16:5. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 16:5. എന്നിവർ വീണയും മതി വീണയും കിന്നരവും വായിച്ചു. അപ്പൊ ഇത് അലരി വൃക്ഷത്തിൽ തൂക്കാനുള്ളതല്ല, ഇത് വായിക്കാനുള്ളതാ. ഏതായാലും കൊച്ചമ്മ ബന്ധപ്പെട്ട് വന്ന് വാക്യവും വായിച്ചു. വളരെ സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ മഹത്വം, കർത്താവിന്റെ മഹത്വം. 2-3 ദിവസമായിട്ടിരിക്കുന്നവരുണ്ട്, ഇന്ന് വരെ വായിച്ചു വന്നില്ലല്ലോ. 3-4 ദിവസമായിട്ട് വന്നിരിക്കുക. പിണങ്ങി പോകരുതേ, തീർന്നു കഴിഞ്ഞാൽ പോകാവൂ. അപ്പൊ ശ്രദ്ധിക്കുക, ഇത് അലരി വൃക്ഷത്തിൽ തൂക്കിയിട്ടു. എന്നാൽ ആസാഫ് തലവനായി, സംഗീത ശുശ്രൂഷയുടെ തലവനായി ശേഷമുള്ള 9 പേരെയും കൂടെ കൂട്ടി കിന്നരം വായിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ,
ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ദൈവത്തെ ആരാധിക്കാനാ. ഈ പിള്ളേരുടെ ഭാഷ പറഞ്ഞ കുറച്ച് നാൾ ഇവിടെ അടിച്ച് പൊളിച്ച് ജീവിക്കാനല്ല. പിള്ളേരെങ്ങനെ? എനിക്ക് കുറച്ച് കർത്താവിന്റെ വരവിൽ പോണം, നിത്യതയിലെത്തണം. അതാ മെയിൻ വിഷയം. അതാ. എങ്ങനെയാലും അമേരിക്ക വന്ന് ഒരു വീടും ഒരു കാറും മേടിച്ചൊരു ജോലിയും പിന്നെ ലോണും എടുത്ത് പിള്ളേരെ എങ്ങനെ, ഇന്നാളൊരാൾ പറഞ്ഞ് പിള്ളേർ വന്ന് കര കയറിയാൽ മതി എന്ന്. പിള്ളേർ കര കയറിക്കൊള്ളു, നീ കര കയറണം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഒരാളെന്നോട് പറഞ്ഞ് പിള്ളേർ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ പിള്ളേരും കൊണ്ട് ഇവിടെ വന്നത്. ഇപ്പം 40 കൊല്ലം കൊണ്ട് മനസ്സിലായി പിള്ളേരും രക്ഷപ്പെടുകയല്ല. എന്നോട് പറഞ്ഞ കാര്യമാണ്, എല്ലാവരുടെയും കാര്യമല്ല, പുള്ളി പറഞ്ഞതാ. അതിൻ്റെ വിഷയം എന്നാണെന്നൊന്നും എനിക്കറിയത്തില്ല. അബുദാബിയിൽ നിന്ന് പിള്ളേരെയും കൊണ്ട് ഇവിടെ വന്നത്. എന്നോട് തലയെ കൈവച്ച് എൻ്റെ അനിയൻ പറഞ്ഞ ജോയ്ക്കുട്ടി പോകരുതേ പോകരുതേ. ജോയ്ക്കുട്ടി നല്ല പേര്, ഞാനങ്ങ് പേരിട്ടെന്നേ ഉള്ളൂ. നിങ്ങളുടെ എണീക്കുന്നത് ജോയ്ക്കുട്ടി, നമ്മുടെ എനിക്ക് രോഗമൊക്കെ അറിയാം, അതുകൊണ്ടാണ്. ദൈവത്തിന് മഹത്വം. ഇവിടെ ഒരു വീട്, വണ്ടി, ജോലി, കുടുംബം, അതൊക്കെ നല്ലതാ, അതൊക്കെ അത്യാവശ്യമാണ്. അതെല്ലാം ഭംഗിയായിട്ട് കൊണ്ടുപോകണം. അതല്ല മെയിൻ വിഷയം. നിത്യതയിലെത്തുക എന്നുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. നമ്മൾ അങ്ങയല്ല എന്നുള്ളതാ വിഷയം. അതെ, ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് ദൈവത്തെ ആരാധിക്കാനാ. ഞാൻ നാട്ടിലൊക്കെ പറയും, നല്ല വീട് ദൈവം തന്നിരിക്കുന്നത് അതിനകത്ത് പ്രാർത്ഥനയൊക്കെ നടത്തണം. ദൈവമക്കൾ കയറി ഇറങ്ങുകയും. ചിലര് ഇവിടെ പിന്നെ എല്ലാവരും നന്നായിട്ട് സഹകരിക്കുന്നു വീടുകളിൽ. ചിലയിടത്തൊക്കെ പ്രാർത്ഥന വെച്ചാൽ നല്ല മുറിക്കകത്തൊന്നും ഇരുത്തുകയല്ല. വലിയ വീടൊക്കെ പണിതിട്ടിരിക്കുക, ഭയങ്കര വീടാ. പ്രാർത്ഥന എവിടെ? ടെറസിൻ്റെ മണ്ടയിൽ. അവിടെ ടിൻഷീറ്റുണ്ട്. മനുഷ്യനെല്ലാം പുകഞ്ഞിരുന്ന് താഴെ AC റൂമുണ്ട്, ഇരുത്തുകയല്ല. 3 ജോഡി സെറ്റ് കിടപ്പുണ്ട് അകത്ത് സിറ്റിംഗ് റൂമില്ലേ, 3 ജോഡി. കാരണം പിള്ളേരെ കല്യാണം കഴിച്ചപ്പോൾ അവർ കൊണ്ട് കൊടുത്തതാ 3 ജോഡി. അതെല്ലാം തൂത്തും തുടച്ചുമൊക്കെ ഇട്ടിരിക്കുക. അവിടെ ഒരു യോഗം നടത്തുകയില്ല. ഒന്നെങ്കിൽ ചായ്പിനകത്ത്, ഇല്ല ടെറസിൻ്റെ മണ്ടയിൽ. മനുഷ്യനെല്ലാം വന്ന് പുകഞ്ഞ്. നിങ്ങൾ യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും ഇവിടുത്തെ രീതി അറിയത്തില്ല. വീട് പണിയുമ്പോൾ ഏറ്റവും നന്നായിട്ട് പണിതെടുക്കേണ്ടത് പ്രാർത്ഥനാ മുറിയാണ്. പക്ഷെ നമ്മൾ പ്രാർത്ഥനാ മുറിക്ക് അത്ര പ്രാധാന്യം കൊടുക്കുന്നത്, നമ്മൾ കൊടുക്കുന്നതെല്ലാം ബെഡ്റൂമിനും കിച്ചണിനുമാണ്. ഇല്ല, അങ്ങനെ നിങ്ങൾ സത്യം പറ, എന്തേലും പറ. 1 കിച്ചൺ, 2 ബെഡ്റൂം. കാരണം ഇത് രണ്ടുമാണ് നമ്മുടെ ആശ്രയം. കിച്ചണിൽ പോയി കഴിക്കുക, ബെഡേ വന്ന്. ഇതല്ല ഈ 50 കൊല്ലമായിട്ട് ഇത് തന്നെ ആണല്ലോ പണി. അതിന് തീനു. ഒരു വീട്ടിലിരുന്നപ്പം പുള്ളി കുറച്ചേറെ ആഹാരം കഴിച്ചു കഴിയപ്പോൾ ഞാൻ ചോദിച്ചെന്നെ, അത് അനീഷ് അറിയാത്തൊരു ആഹാരം എനിക്കുണ്ടെന്ന് പറഞ്ഞു. കർത്താവ് അങ്ങനല്ലേ പറഞ്ഞു, നിങ്ങൾ അറിയാത്ത ഉണ്ട് ആട്ടെ. ഞാൻ കുറ്റം പറഞ്ഞതല്ല. ഇതല്ലേ പ്രധാനപ്പെട്ട വിഷയം മിക്കവർക്കും. ബെഡ്റൂം നന്നാക്കും, അത് നന്നാക്കരുതെന്നല്ല. ഏറ്റവും നല്ല കട്ടില്, ഏറ്റവും നല്ല മെത്ത, അതിനകത്തുള്ള സജ്ജീകരണങ്ങൾ, അത് തെറ്റാന്നൊന്നും ഞാൻ പറയുന്നില്ല. സഹോദരിമാരുടെ നിർബന്ധത്തിനാ കൂടുതലും കിച്ചൺ. ഇവിടെയൊക്കെ പിന്നെ കിച്ചണൊക്കെ വളരെ വൃത്തി. വല്ല ജോലി ചെയ്യുന്നുണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കണ്ടാല് ഇപ്പൊ അങ്ങോട്ട് പണിതിട്ട നമ്മൾ എത്ര നാളായി ഇവിടെ വന്ന്. ഈ വീട് മേടിച്ചിട്ട് 20 കൊല്ലം കഴിഞ്ഞു പാസ്റ്ററെ. അവിടെ കണ്ടാൽ പെരുമാറുന്നുണ്ടോ എന്നുള്ളത് എല്ലാവരുടെയും കാര്യമല്ലേ. ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അച്ഛൻ ഇവിടെ വന്നിട്ട് 10-30 വർഷമായി കാണുമല്ലോ. അപ്പം ഏറെക്കുറെ കാര്യം അറിയാമല്ലോ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ തിരുത്തി തരണം. ഒന്നുമില്ല, എന്നാ ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ. കിച്ചൺ വേണ്ടെന്നല്ല പറഞ്ഞത്, ബെഡ്റൂമും വേണ്ടെന്നല്ല പറഞ്ഞേ. നീ ഏറ്റവും മാന്യതയും പ്രാധാന്യം കൊടുക്കേണ്ട പ്രാർത്ഥനാ മുറിക്ക. ആ കാര്യത്തിന് ഞാന്
ഇവിടുത്തെ രീതി അറിയത്തില്ല കേട്ടോ. നാട്ടിലെ ഹൈന്ദവരായ സ്നേഹിതന്മാരെ ബഹുമാനിക്കും. നിങ്ങൾ നല്ല ആഢ്യത്വമുള്ള ഭക്തരായ ഹൈന്ദവരെ ശ്രദ്ധിച്ച് അവർ വീട് പണിയുമ്പോൾ ആദ്യം പൂജാമുറി. അടുത്ത കാലത്ത് ഒരു നായർ സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരൻ എൻ്റെ സ്നേഹിതനാ, ഇടയ്ക്ക് വിളിക്കുകയും പ്രസംഗമൊക്കെ കേൾക്കും. അപ്പൊ എന്നെ വിളിച്ചു, ഒന്ന് വന്ന് പ്രാർത്ഥിക്കണം. എപ്പോൾ വരണം? വൈകിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. ആട്ടെ വരാമെന്ന് പറഞ്ഞു. ചെന്നു. അപ്പം ചെന്നപ്പം പുള്ളി റോഡിൽ നിൽപ്പുണ്ട്, കൈ കൊടുത്തു കൊണ്ടുപോയി. വീട് പണിതു. നാളെ കഴിഞ്ഞാൽ കയറി താമസം. അപ്പം ഇന്ന് വന്നൊന്ന് പ്രാർത്ഥിച്ചേച്ച്. ചെന്നു. വീടെല്ലാം കാണിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് ഇത് പൂജാമുറിയാന്ന് പറഞ്ഞു. എന്ത് മനോഹരമായിട്ടാണ് അത് ക്രമീകരിച്ചിരിക്കുന്നറിയോ? നമ്മളതിൻ്റെ ഒരു നല്ല വശം എടുത്താൽ മതി. അവരുടെ വിശ്വാസം അനുസരിച്ച്, അവരുടെ ആചാരം അനുസരിച്ച് അവർ വിശ്വസിക്കുന്ന, ആചരിക്കുന്ന, അനുഷ്ഠിക്കുന്ന വിഷയത്തിൽ അവർ വളരെ തീക്ഷ്ണതയോടെ നിൽക്കുക. നിങ്ങളിവിടെ വന്ന് വീട് മേടിച്ചവരുണ്ട്, നാട്ടിൽ വീട് പണിത് ഇരിക്കുന്നവരുണ്ട്, ഇനി പണിയാൻ താല്പര്യമുള്ളവരും ഉണ്ട്. പ്രാർത്ഥനാ മുറിയായിട്ട് തന്നെ പണിതിട്ടുണ്ടോ? എല്ലാവർക്കും ഉണ്ട്. കൊച്ചു സോപ്പോട്ടി പോലത്തെ മുറിയല്ല. പക്ഷെ ഞാനും ഒരു മുറി പണിതിട്ടുണ്ട്. ശ്വാസം വിടാൻ ഒക്കുകയില്ല അതിനകത്ത് നിന്ന്. അതല്ല, എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്നേ ആ മുറി നല്ല വൃത്തിയാക്കി അതിനകത്ത് AC ഒക്കെ ഒന്ന് വെച്ച്, കസേരകളൊക്കെ വെച്ച്, ഏറ്റവും നല്ലത് അല്ല, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അല്ലേലിയ പറയണ്ട, കൈ ഒന്ന് പൊക്കിയാൽ മതി. ഞാൻ നോക്കത്തില്ല, ഞാൻ തിരിഞ്ഞു നിന്നോളാം. ഇനി കൈ താത്തിട്. ആരൊക്കെ ആ കൈ പൊക്കി എന്നോട് പറയുകയും വേണ്ട. അതിന് ഞാൻ എൻ്റെ ദൃഷ്ടിപ്പെട്ട കാര്യമാകട്ടെ, അങ്ങനെ പണിതിട്ടുള്ളവരുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചോദിച്ചെന്നേ ഉള്ളൂ. ഇപ്പോൾ ഓൺലൈനിലുള്ളവർ ചിലപ്പം പറയും, പക്ഷേ ഞങ്ങൾ അങ്ങനെ പണിത്, അങ്ങനെയുള്ളവരും ഉണ്ട്, ഇല്ലെന്നൊന്നുമല്ല, ഉണ്ട്. എൻ്റെ ദൃഷ്ടിപ്പെട്ടൊരു കാര്യം പറയാം. ഞാനൊരിക്കലേ ചെങ്ങന്നൂര് പഴവന മോനിച്ചാൻ്റെ വീട്ടിൽ ചെന്നു. അന്നവിടെ യോഗം നടക്കുക. അത്ഭുതപ്പെട്ടു പോയി. അപ്പം നിങ്ങൾ പറയാം അയാൾക്ക് കാശുണ്ട് അതുകൊണ്ടാണ്. അതെങ്ങനെയും ആയിക്കോട്ടെ. അല്ല, കാശുണ്ട്, മനസ്സും വേണ്ടേ? അന്നവിടെ യോഗം നടക്കുക. എന്തോ ക്രമീകരണമാണ് ചെയ്തു വെച്ച്. ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും ഒക്കെ ഇരിക്കാനും അതൊക്കെ നല്ല എന്തോ ഓർഡറിലാണ് കാര്യങ്ങൾ പോകുന്നേ. സ്തോത്രം. നമ്മൾ യോഗം വെക്കുമ്പോൾ അങ്ങനെയാന്ന്. പാസ്റ്റർ അവിടെ എവിടെയെങ്കിലും ഇരുന്നോളും. ബൈ കൂടി ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ച് പാസ്റ്റർ അങ്ങോട്ട് കയറ്റി. അല്ല, ചിലരുടെ രീതിയാണ്. സഭയിലെ പ്രായമുള്ള അപ്പച്ചന്മാരെ അവർ പുറകിലെങ്ങനെ ഇരുത്തി, ഇനി അതെല്ലാം കൂടെ മുന്നോട്ട് വന്നിരുന്നിട്ട്. അമ്മച്ചിമാരുണ്ട്. അമ്മച്ചിമാരെല്ലാവരും ഒന്നും വരണ്ട. അതിന് ക്രമീകരണം വേണ്ടേ? വേണം. എന്നെ പഠിപ്പിച്ച MV ചാക്കോ സാറ് പറയുമായിരുന്നു, പാസ്റ്റർമാരാകുക എന്ന് TPM-ലെ പാസ്റ്റർമാരാകണമെന്ന്. പുള്ളി എപ്പോഴും പറയുമായിരുന്നു. അപ്പം അതിന് പുള്ളി തന്ന വിശദീകരണമാണ്. അവരവരുടെ ദൈവദാസന്മാരെ വളരെ ബഹുമാനത്തോടെ സ്വീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത്. അതെ, എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടൊരു കാര്യം പറയാം. അവരെല്ലാവരും അങ്ങനെ എൻ്റെ അനുഭവത്തിൽപ്പെട്ടതാണെന്നേ പറയുന്നത്. ഞാൻ ഒരിക്കലേ ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിച്ചു. TPM-കാരുടെയാണ്. ഒത്തിരി ആളുമുണ്ട്, നല്ല കൂട്ടമാണ്. കുറച്ച് കഴിഞ്ഞപ്പം ഇഷ്ടം പോലെ ആളിങ്ങനെ തെള്ളി നിൽക്കുക. അവിടെ കസാര ഇടാനും ഒന്നും ഒക്കത്തില്ല. ഭയങ്കര ആളാണ്. റോഡ് സൈഡാണ് വീട്, മെയിൻ റോഡാണ്. ഭയങ്കര ആള്. എല്ലാവരും ഇങ്ങനെ തിങ്ങി നിൽക്കുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം അന്ന് അംബാസഡർ കാറാ, വെള്ള ഒരു കാർ അങ്ങോട്ട് വന്ന് റോഡിൻ്റെ ഇവിടോട്ട് നിന്നു.
കാർ അങ്ങോട്ട് വന്ന് നിൽക്കുകയും എങ്ങനെയാണെന്നറിയുമല്ല, വഴി അന്നേരം ഉണ്ടായി. പൂഴി വാരി കിട്ടാൻ അതുപോലെ ആള് നിൽക്കുക. പക്ഷെ കാറ് വന്ന് നിന്നപ്പം വഴിയുണ്ടായി. അവരുടെ സെൻട്രൽ പാസ്റ്ററാണ്. ഞാൻ ഇപ്പോഴും അത് എൻ്റെ ദൃഷ്ടിയിലുണ്ട്. പുള്ളി അങ്ങോട്ട് വന്ന ഉടനെ വന്ന് സ്വീകരിച്ചു. പുള്ളി വന്ന ഡെഡ് ബോഡി ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കസേര വന്നു. ചുമ്മാ അവിടെ കിടന്ന പ്ലാസ്റ്റിക് കസേരയൊന്നും അല്ല. എന്നാൽ ഇങ്ങോട്ട് നാട്ടെ പാസ്റ്റർ ഇരിക്കട്ടെ, അതൊന്നും അങ്ങനൊന്നും അല്ല, നേരത്തെ ക്രമീകരിച്ച് വെച്ചിരിക്കുക. ഒന്നങ്ങോട്ട് നിന്ന ഉടനെ പുള്ളി ഡെഡ് ബോഡി കണ്ടപ്പോൾ കസേര അവിടെ, അത് നല്ല വൃത്തിയുള്ള കസേര, വെള്ള തുണിയൊക്കെ ഇട്ട് നല്ല, അതാ അതിൻ്റെ ക്രമീകരണം കണ്ടോ? നിങ്ങൾ ഈ അക്കത്തടി കസേര കിട്ടാത്തതിൻ്റെ കുശുമ്പാന്നായിരിക്കും ഇപ്പം പറയുന്നത്. നമുക്കെല്ലാത്തിനും അതിൻ്റെ തറതലയല്ലേ പറയുള്ളൂ. നമ്മൾ ആത്മീക വിഷയത്തിന് പ്രഥമസ്ഥാനം കൊടുക്കണം. ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കും ആത്മീക വിഷയങ്ങൾക്ക് ആര് പ്രഥമസ്ഥാനം കൊടുക്കും, അവരെ ദൈവം ഉയർത്തും. അവരുടെ സന്തതിക്ക് ഒരു ദോഷം വരികയല്ല. തന്നെയല്ല, നമ്മുടെ പിള്ളേര് ഇത് കണ്ടു വേണം വളരാൻ. സ്തോത്രം. നമ്മൾ ചെയ്യുന്നതും കാണിക്കുന്നതും പ്രവർത്തിക്കുന്നതിലെ കുഞ്ഞുങ്ങൾ കാണുക. എൻ്റെ അപ്പൻ്റെ അമ്മ ഇപ്പോഴും ഉണ്ട്, 106 വയസ്സ്. 106. തളർന്നു കിടക്കുമൊന്നുമല്ല, ജോലിയൊക്കെ ചെയ്യും. മുടിയൊന്നും നരച്ചിട്ടില്ല, ഡൈ ഒന്നുമല്ല. അതിനാന്ന് പോലും തള്ളക്കറിയാൻ മേല. അപ്പം ഞാൻ പോയി അടുത്ത് ഏറെ സമയമൊക്കെ ഇരിക്കും. അവൻ എന്നോട് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്, ഗുണദോഷമൊക്കെ പറഞ്ഞു കൊടുത്തത് കൊച്ചിലെ പറഞ്ഞ് ഇപ്പോഴും ഓർമ്മയിലുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, മോനെ, ഈ നാരകത്തിൻ്റെ ചുവട്ടിൽ പോയിരുന്ന് കൂർപ്പിക്കുന്നതല്ല നാരകത്തിൻ്റെ മുള്ള്. രാവിലെ ഒരാൾ കത്തിയായിട്ട് പോയിരുന്ന് കൂർപ്പിക്കില്ല, അതിൻ്റെ പ്രകൃതി അതാ. തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് കണ്ടാ വളരുന്നത്. ഇത് കണ്ട് വളരണം. നമ്മൾ സഭയോട് എങ്ങനെ ഇടപെടുന്നു, ശുശ്രൂഷകരോട് എങ്ങനെ ഇടപെടുന്നു, ഈ കൂട്ടായ്മയോട് എങ്ങനെ ഇടപെടുന്നു, ആത്മിക വിഷയത്തിൽ നമ്മുടെ സമീപനം എന്താ, അത് കണ്ടു വേണം വളരാൻ. ഈ കുഞ്ഞുങ്ങള് ചെറുപ്പത്തിൻ്റെതായ അല്പം ന്യൂനതകളൊക്കെ ഒരു പക്ഷേ വന്നെന്ന് വരാം, പക്ഷേ നശിച്ചു പോവുകയല്ല. ഒരു ദിവസം ദൈവം അവരെ സന്ദർശിക്കും, ദൈവം അവരെ മടക്കി വരുത്തും. ഈ വിത്ത് ഇതിനകത്ത് കയറണം, അവർ നഷ്ടപ്പെടുകയല്ല. സ്തോത്രം. ഒരു മഴ പെയ്യുമ്പം അത് കിളിർത്ത് വരും. ആട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇത് കിന്നരമെല്ലാം അലറി വൃക്ഷത്ത് തൂക്കി. അപ്പൊ ഇത് അങ്ങനെ തൂക്കിടേണ്ടതല്ല, വായിക്കേണ്ടതാണ്. നമുക്ക് ആ ഭാഗം വിട്ടേക്കാം. ഇങ്ങനെ ഇവര് ബാബേലിൽ പ്രവാസികളായി പോയി. അപ്പൊ ഇവര് അടിമകളായി പോകുമെന്നും പ്രവാസികളായി പോകുമെന്നും ഒടുവിൽ ദൈവം തമ്പുരാൻ ഇവരെ മടക്കി വരുത്തുമെന്ന് പ്രവാചകന്മാർ പ്രവചിച്ചു. അതിനാരാണ് കൽപ്പന ഇടുന്നതെന്നും പ്രവചിച്ചു. ആ പ്രവചനമാണ് യെശയ്യാ പ്രവചനം 44-ാം അധ്യായത്തിന്റെ 27-28 വായിച്ചേ. അടുത്തത്, കോരേശ് എന്റെ ഇടയൻ, അവൻ എന്റെ ഹിതമൊക്കെ നിവർത്തിക്കും. എങ്ങനുണ്ട് ഈ കോരേശിനെ പറ്റി യെശയ്യാവ് പ്രവചിക്കുക? ഇനി 45-1 മുതൽ വായിച്ചോ. യഹോവ തന്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജാതികളെ കീഴടക്കി ആ രാജാക്കന്മാരുടെ അരക്കച്ചകളെ അടിക്കേണ്ടതിന്, കരകുകൾ അവന് തുറന്നിരിക്കേണ്ടതിന്, വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും അവന്റെ വലങ്കൈക്ക് ഞാൻ പിടിച്ചിരിക്കുന്നു. ഞാൻ ചരിത്ര ഭാഗത്തിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് ആ ഭാഗമൊക്കെ നന്നായിട്ട് അറിയാം. ചരിത്രം പഠിച്ചിട്ടുള്ളവർക്ക് കുറച്ചുകൂടെ അറിയാം. വാതിലുകൾ അവന് വേണ്ടി തുറന്നിട്ടേക്കുന്നെന്ന്. ഈ പ്രവചനം കോരേശ് ജനിക്കുന്നതിന്
വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാ. ഏതാണ്ട് കോരേശിന്റെ ജനനത്തിന് 136 കൊല്ലം മുമ്പ് പ്രവചിച്ചതാ. ജനിച്ചിട്ട് കോരേശിന്റെ അപ്പൻ ജനിച്ചിട്ടില്ല. അതിനു മുന്നേ കോരേശിന്റെ പേര് ചൊല്ലിയാ പ്രവചനം പറഞ്ഞ്. ഇന്ന് പലരും പ്രവചനം പറയുന്ന വന്നിരിക്കുന്നവരുടെ പേരാ. മോളി, റീന. വന്നിരിക്കുന്നവരുടെ പേരാ. മിണ്ടുന്നില്ല. അല്ല, മിണ്ടിയിട്ട് കാര്യവും ഇല്ല. ഇന്ന് വന്നിരിക്കുന്നവരുടെ ആരുടെയും പേരാ പറയുന്നത്. അതിൽ ചിലതൊക്കെ നമുക്ക് യോജിക്കാനും ബുദ്ധിമുട്ടാണ്. എല്ലാ കാര്യവുമല്ല, ചിലത്. ശിങ്കിടികളൊക്കെ നേരത്തെ വേച്ചാൻ പറഞ്ഞപ്പോ എനിക്ക് കുറ്റം വരികയല്ലേ? വേച്ചാൻ തന്നെ പറ, എല്ലാം കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. എല്ലാവരുടെയും കാര്യം പറയുന്നില്ലെങ്കിലും പിന്നെ ഉണ്ട് 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 അഥവാ വല്ല പ്രശ്നം വന്നാൽ നമുക്ക് പപ്പാതി എടുക്കാം. ദൈവത്തിന് മഹത്വം. ഇവിടെ കോരേശ് ജനിക്കുന്നതിന് മുമ്പ് കോരേശിന്റെ പേര് പറഞ്ഞാ പ്രവചിച്ചത്. അതാ പ്രവചനം. ഈ കാടടച്ച് വെടിവെക്കുന്നതല്ല. ഇപ്പോഴത്തെ നിങ്ങൾ ചില പ്രവചനം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ ഇതിനെതിരല്ല കേട്ടോ. പ്രവചനം നിന്നിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. പ്രവചന ശുശ്രൂഷയുണ്ട്, പ്രവചിക്കുന്നവരുണ്ട്, ശുശ്രൂഷിക്കുന്നവരുണ്ട്. അത് നിന്ന് പോയിട്ടില്ല. നിന്നെന്നൊക്കെ ചിലർ പറയുന്നു, നിന്നിട്ടില്ല. നിങ്ങൾ ചില യോഗത്തിനൊക്കെ ചെന്ന് ഇപ്പം പ്രവചിക്കുന്നേ കടഭാരത്താൽ വലയ്ക്കുന്ന ചിലരെ കാണുന്നു. അയ്യോ, ഇരിക്കുന്നത് 90% കടവായിട്ടിരിക്കുക, പിന്നെ ആരും മിണ്ടുന്നില്ലെന്ന്. മാനസിക പ്രയാസമുള്ള ചിലരെ ആത്മാവ് ഇരിക്കുന്നത് 99% മാനസികമാണ്. ഈ ദൈവാത്മാവ് ഒരു കാര്യം പറഞ്ഞാൽ വളരെ കൃത്യതയായിരിക്കും, തിട്ടമാ. ഗിദെയോനോട് പറഞ്ഞത് എങ്ങനാ? അല്ലല്ലേ, പ്രവചനം പറഞ്ഞായിരുന്നല്ലോ. തപ്പ് വന്നും വേണ്ട, ഇങ്ങോട്ട് നോക്ക്. ഗിദെയോനോട് പറഞ്ഞത്, പിന്നെ നിന്റെ അപ്പന്റെ എളുപ്പമുള്ള കാള. ആ പ്രവചനം കണ്ടോ? എളുപ്പമുള്ള 7 വയസ്സുള്ള രണ്ടാമത്തെ കാള. ഇത്ര കൃത്യമായിട്ടാ പറഞ്ഞേ. ദൈവം അങ്ങനെ പറയുന്നത്. നിന്റെ അപ്പന്റെ അവിടെ ഇളയ കാളയെന്നുള്ളത് ഏറ്റവും ഇളയ കാളയെന്നല്ല, എളുപ്പം അല്ല, മൂരിക്കാള മൂത്തതല്ല, എളുപ്പമുള്ള. കണ്ടോ വാക്യം? കണ്ടോ? 6-ാം അധ്യായത്തിന്റെ 25 അല്ലേ? 25 വായിച്ചേ. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പന്റെ ഇളയ കാള. ഇളയ കാള എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാള എന്ന ആശയം. പിന്നെ 7 വയസ്സുള്ള. എത്ര കൃത്യമായിട്ടാ പ്രവചനം പറഞ്ഞേ. അധ്യായം മൊത്തം ഇരുന്ന് വായിക്കാന്ന്. ഇങ്ങോട്ട് നോക്ക്. എന്നെ അത് മുഴുവൻ മേളിൽ നിന്ന് താഴോട്ടും താഴെ എന്നെ നോക്ക്. എളുപ്പമുള്ള 7 വയസ്സുള്ള രണ്ടാമത്തെ കാള. അതാ പ്രവചനം. കൃത്യമല്ലേ പറഞ്ഞേ? അല്ലാതെ നിന്റെ വീട്ടിലൊരു കാളയെ കാണും. കാളയുണ്ടോ? ഒന്ന് നമ്മളിരുന്ന് അപ്പോ ഇങ്ങോട്ട് പിന്നെയും കുനിഞ്ഞു കിടക്കാൻ, ഇങ്ങോട്ട് നോക്കാൻ. ഇവിടെ എന്ത് കൃത്യമായിട്ടാ പറഞ്ഞേ. പ്രവചനം നിന്നിട്ടില്ല. പ്രവചന ശുശ്രൂഷ ചെയ്യുന്നവർ ഇപ്പോഴും ഉണ്ട്. പകല് നമ്മൾ പ്രവചന ദൂത് കേട്ടല്ലോ. ആമേൻ. ദൈവകൃപയിൽ ശരണപ്പെട്ട് പ്രവചിക്കുന്നവരുണ്ട്. അത് കേൾക്കുമ്പോൾ അറിയാം, അനുഭവിക്കുമ്പോൾ അറിയാം. സ്തോത്രം, സ്തോത്രം. അറിയാം.
നിന്നെന്നൊക്കെയാ ചെല്ല് പറഞ്ഞ്, നിന്നിട്ടില്ല. ഇതിപ്പോ നിക്കത്തുമില്ല. അത് വാഞ്ചിക്കണമെന്നും ആ പുസ്തകത്തിൽ വാക്യം. അപ്പോൾ വളരെ കർക്കശമായി പ്രവചിച്ചു. ഇവിടെ ഈ കോരേശ് ജനിക്കുന്നതിന് 136 കൊല്ലം മുമ്പാ. എന്റെ ഭാഷ പറഞ്ഞ കോരശൻ ജനിച്ചിട്ടില്ല, കോരശന്റെ അപ്പനും ജനിച്ചിട്ടില്ല. അതിന് മുന്നേ അത് പേര് പറഞ്ഞ്. അങ്ങനെയൊക്കെ പ്രവചന ശുശ്രൂഷ ചെയ്യുന്ന ധാരാളം ഭക്തന്മാര് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഉണ്ട്. നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, പച്ചല്. നിങ്ങൾക്കും ചിലരെയൊക്കെ അറിയാം. ഉണ്ട് അങ്ങനെ ശുശ്രൂഷ. അങ്ങനെയൊക്കെയാ ഇത് വിജയിച്ചത്. സ്തോത്രം. യോഗം തല്ലിക്കലക്കാനായിട്ട് പാത്തു നിന്നവനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ആത്മാവി പറഞ്ഞു, ഇന്നയാള് ഇന്ന മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്നു. ആകവാള് വെട്ടിപ്പോയി. യോഗത്തിനകത്ത് സഭാഗോളിൽ കയറി ഉപദേശിയെ ഉപദ്രവിക്കുവാൻ കത്തി അരയെ വെച്ചോണ്ട് വന്ന് യോഗത്തിനിരുന്നു. ആത്മാവിൽ പ്രവചിച്ചപ്പോ പറഞ്ഞു, ഇന്നയാളന്റെ അരയിൽ ഏണിൽ കത്തിയിരിക്കുന്നത് ആത്മാവ് കാണുക. അവൻ അന്നേരം മാനസാന്തരപ്പെട്ടു. പ്രവചനം നിന്നിട്ടില്ല. സ്തോത്രം. ഞാനിപ്പോ എന്റെ ദൃഷ്ടിപ്പെട്ട 2 കാര്യം ഓർമ്മ വന്നത്. നിങ്ങൾക്ക് 100 കണക്കിന് കാര്യം പറയാനുണ്ട്. ഞാന് പറയുന്നത് കൂടിപ്പോകുമോ എന്ന് എനിക്ക് അറിയത്തില്ല. ഈ കൊച്ചമ്മ ഇവിടെ ഇരിക്കുന്നതിൽ ഞാൻ ഓപ്പണായിട്ട് പറയുക, തെളിച്ച് പറയുന്നില്ല, ഒരു പരുവത്തിന് പറയാം, മനസ്സിലാകും ഞാൻ പറയുന്നത് എന്നാന്ന്. ഒരു പ്രധാനപ്പെട്ട സഭയുടെ അന്നത്തെ ഏറ്റവും പ്രധാന ആള് യോഗത്തിനിരിക്കുമ്പോൾ കേട്ടറിവാന്നേ, പഴയ ആൾക്കാർ പറഞ്ഞുള്ള അറിവാന്നേ, ആ സഭയുടെ പ്രധാനപ്പെട്ട ഒരു കേരളത്തിലെ അന്നത്തെ പ്രധാനപ്പെട്ട, അദ്ദേഹം പിന്നീട് മെയിൻ പാസ്റ്ററായി. ആ പേര് പറഞ്ഞേക്കാം, VG ശൗമേലപ്പച്ചൻ, ചെന്നിത്തല. അദ്ദേഹം പിന്നീട് ചീഫ് പാസ്റ്റർ ആയതാ. അപ്പൊ അന്നത്തെ കാലത്ത് പുള്ളി പ്രവചനാത്മാവ് നിറഞ്ഞ്, വേറൊരു മെയിൻ ആള് വന്ന് ഇരുന്ന സമയത്ത് പുള്ളി ആത്മാവിലും ഇങ്ങോട്ട് നിറഞ്ഞ് ഈ തമ്പേർ എടുത്ത് എറിഞ്ഞു പറഞ്ഞു, ഇതുപോലെ നിന്നെ ഈ വേലക്കകത്ത് നിന്നെടുത്ത് എറിയുന്ന കാണുന്നെന്ന്. അതുപോലെ സംഭവിച്ചു. ബാക്കി കാര്യമൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഇത് കേൾക്കുമ്പോൾ പഴയ ആൾക്കാർക്കും ഒക്കെ അറിയാം. ഇപ്പൊ അത്രയോ പറയുന്നുള്ളൂ. അങ്ങനെ പ്രവചിച്ചവരുണ്ടെന്ന്. സ്തോത്രം. അത് നമ്മൾ വാഞ്ചിക്കണം. അതിനായി പ്രാർത്ഥിക്കണം. ആഗ്രഹിക്കുന്ന ആത്മാക്കളെ ദൈവം നിറയ്ക്കും. അല്ലാതെ വണ്ടി നമ്പർ പറയുകയും ചുമ്മാ ഇരിക്കുന്ന പെണ്ണുങ്ങളുടെ പേര് വിളിച്ച് പറയുകയും നിന്നെ ജംബോ ജെറ്റി കയറുന്നതായിട്ട് അമ്മാമ്മ കയറുന്നതായിട്ട് കാണുന്നു, കയ്യിലൊരു ബാഗും ഉണ്ട്, എന്നതല്ല 1-2 വിട്ട് പറപ്പിച്ചു. കാരണം കൊച്ചുവെള്ളത്തെ പോലും കയറാത്തത് അങ്ങയോടാ പറഞ്ഞത് ജംബോ ജെറ്റി. ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. ദൈവത്തിന് മഹത്വം. അപ്പൊ ജനിക്കുന്നതിന് മുമ്പേ പേര് ചൊല്ലിയാ പ്രവചിച്ചേക്കുന്നത്. കഥകൾ അവന് വേണ്ടി തുറക്കുമെന്ന്. ആ വാക്യം ഒന്നോട് വായിച്ചേ അമ്മാമേ, വായിച്ചേ. ആദ്യം മുതൽ വായിച്ചാലും കുഴപ്പമൊന്നുമില്ല, വേറെ പുസ്തകമല്ലേ, വായിച്ചു. അത് അമ്മാമയ്ക്ക് ഞാൻ വേറെ വാക്യം തരാം, അമ്മാമ അത് വായിക്കട്ടെ. വാക്യം എൻ്റെ ഉണ്ട്. വായിച്ചോ, ദൈവദാസി വായിച്ചാട്ടെ. വായിച്ചു. കോരശന്റെ ഇടയൻ അവനെ ഹിതമൊക്കെ നിവർത്തിക്കുമെന്നും യെരൂശലേം പണിയപ്പെടുമെന്നും. ഇന്ന് 45 മുതൽ വായിച്ചേ. ഇപ്രകാരം ദൈവം തമ്പുരാൻ കോരേശനോട് ജനിക്കുന്നതിന് 136 കൊല്ലം മുമ്പ് ജനിക്കാനിരിക്കുന്നവന്റെ പേര് വെളിപ്പെടുത്തി വെച്ച് ദൈവാത്മാവ് പറയുക, ഞാൻ അവനോട് സംസാരിക്കുന്ന ആലോചന അടുത്തത്. ജാറുകളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ കരകൾ അവന് തുറന്നിരിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ ഇത് ബാബേൽ സംസ്ഥാനത്ത് ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിലെ വിഷയമായി പറഞ്ഞേക്കുന്നത്.
ബാബേൽ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്ന സംഭവം, അതായത് ദാനിയേൽ പ്രവചനത്തിലെ 5-ാം അധ്യായത്തിലെ വിഷയമാണ് ഈ 45 പറഞ്ഞേക്കുന്നത്. നമുക്കറിയാമല്ലോ, 1000 മഹത്തുക്കൾക്ക് വലിയ വിരുന്ന് പുള്ളി ഒരുക്കി. അതിന് മുന്നേ പുള്ളി പറഞ്ഞു, ഞാൻ പണത് മഹത്വവും വീര്യവും എല്ലാം കണ്ടേച്ചു. പുള്ളിയുടെ വാർഷികാഘോഷം എല്ലാം കൂടെ കൂടിയതാ. വാർഷികാഘോഷമുണ്ട്, ജന്മദിനവും, പിന്നെ സ്ഥാനാരോഹണത്തിന്റെ, അങ്ങനെയൊക്കെ ഇപ്പൊ പെന്തിക്കോസുകാരും ഉണ്ട്. 100-ാം വർഷം, സിൽവർ ജൂബിലി, പിന്നെ ഗോൾഡൻ ഉണ്ടോ? ഗോൾഡൻ, പിന്നെ ഏതാ വെച്ചാ ഉള്ളത്? സിൽവർ, പ്ലാറ്റിനം, പിന്നെ അയണിന്റെ വല്ലതും ഉണ്ടോ? എനിക്കറിയത്തില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. അതിന് സിൽവറും ഗോൾഡും ഒക്കെ ഉണ്ട്. പിന്നെ അയണൂടെ വെക്കുന്നത് നല്ലതായിരുന്നു. നിങ്ങളിപ്പോ ഈ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും എല്ലാം ഇപ്പൊ നിങ്ങളും പ്രമാണിക്കുന്നു. 4:10 വായിച്ചോ, ഗലാത്യർ പെട്ടെന്ന് വായിച്ചു. ഏതായാലും 8 മണി വരെ സമയം ഉണ്ടല്ലോ. അത് തെറ്റാന്നായി പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും നിങ്ങളിപ്പോ നേരത്തെ അതൊന്നും ഇല്ലായിരുന്നു നിങ്ങൾക്ക്. നിങ്ങൾ അമേരിക്ക വന്ന സമയത്തൊന്നും ഇല്ല. 2 ജോലി ചെയ്യണമായിരുന്നു, അല്ലെ 3 ജോലി. ഇവിടെ ബർത്ത്ഡേ ആഘോഷിച്ചോ? വന്ന സമയത്ത് വല്ലതും ആഘോഷിച്ചോ? നേരമില്ലായിരുന്നല്ലോ. ഇപ്പം ചിലര് ആഘോഷിക്കുന്നില്ലേ? എന്നോട് സത്യം പറഞ്ഞ നമ്മൾ തമ്മിൽ വഴക്കും അലോക്യം ഒന്നും വേണ്ട. നമുക്ക് സമാധാനത്തോടെ പിരിയുകയും ചെയ്യാം. എങ്കിലും എനിക്കൊരു സഹായമായിട്ട് നിൽക്കാൻ പറഞ്ഞതാ. ദൈവത്തിന്റെ മഹത്വം. വന്ന കാലത്തെ ഞാൻ ആരെയും വ്യക്തിവിദ്വേഷത്തിൽ പറഞ്ഞതല്ല, വ്യക്തിഹത്യ ചെയ്തതുമല്ല, തേജോവധം ചെയ്തത് ഞാൻ വചനത്തിന്റെ പ്രമാണം പറഞ്ഞതാ. വന്ന കാലത്തെ അത് നാട്ടിലാന്നേലും ഇവിടെ ആന്നേലും എവിടെ ആന്നേലും ഇങ്ങനെയുള്ള ചടങ്ങുകളും ആഘോഷങ്ങളും ഒന്നുമില്ല. പക്ഷെ ഇപ്പം നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും എല്ലാം പ്രമാണിക്കുന്നു. ഇപ്പം നേരത്തെ ഇല്ലായിരുന്നു. സ്തോത്രം. എന്നാലും കേക്കിന്റെ ഒരു പീസ് ഇഞ്ഞു കൊണ്ടുപോവാ മോനെ, ഷുഗർ ഉണ്ടെങ്കിലും നോക്കട്ടെ, മധുരം കണ്ടമാനം മധുരം ഇല്ലെങ്കിൽ ഒത്തിരി വേണ്ട, ഇച്ചിരി മതി എന്ന് പറയുന്നവരും ഇല്ലാതില്ല. കൊച്ചമ്മ പറഞ്ഞെന്നോ മേടിച്ചെന്നോ കേക്ക് കഴിച്ചെന്നോ അല്ല ഞാൻ പറഞ്ഞേ, ഇല്ലാതില്ല എന്നാ ഞാൻ പറഞ്ഞത്. പിന്നെ തന്നെ എല്ലാവരും ശോധന ചെയ്യും, അല്ല ഞാൻ എന്നാ പറയാനാ. അപ്പൊ ശ്രദ്ധിക്കുക, ആരംഭകാലത്ത് ഇതൊന്നുമില്ല, ഭയങ്കര പ്രമാണമാ. ദൈവത്തിന് മഹത്വം. അല്ല, പെന്തിക്കോസിന്റെ ആരംഭത്തിൽ മരുന്നെടുക്കാത്തവർക്ക് കർത്തൃമേശ കൊടുക്കുകയല്ലായിരുന്നു. എടുക്കുന്നവർക്ക് കൊടുക്കുകയല്ലായിരുന്നു. ഇപ്പൊ നമ്മൾ പ്രാർത്ഥന, കർത്താവ് ഞങ്ങളുടെ സഭയ്ക്ക് ഒരു ആശുപത്രി തരണമേ കർത്താവ്, അത്ഭുതം, നീ അത്ഭുതങ്ങളുടെ ഇതുമാണ്, നിനക്ക് കഴിയാത്ത. നേരെ നമ്മൾ കുറ്റവല്ലി പറഞ്ഞു കേട്ടോ. അങ്ങനായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഇരിമ്യാ പറഞ്ഞു, ഞാൻ കളിക്കാരുടെ കൂട്ടത്തിൽ ഇരുന്നിട്ടില്ല. നമ്മളോ പാസ് 6 അടിച്ചു വിടുന്നു. സെൻട്രൽ പാസ് ഫുട്ബോൾ, ഇപ്പൊ ഇവിടെ കൈ കൊണ്ടുള്ള ഫുട്ബോളാണ്. എന്തേലും വായിക്ക മനസ്സിലാകുന്നുണ്ടല്ലോ, അതറിഞ്ഞാൽ മതി. കൈ കൊണ്ടോ കാലുകൊണ്ടോ ആട്ടെ. സകല കളിക്കകത്ത് കസേര കളി, കസേര ഇട്ടേച്ച് ഒരുത്തം മറിഞ്ഞത് കിലിക്കിലിക്കിലിക്ക് നമ്മളെല്ലാം ഇങ്ങനെ ഓടി ഇന്നലെ കഴിഞ്ഞ ചാക്ക് കയറി കലന്തല്ലി പൊട്ടീന്. കളിക്കാരുടെ കൂട്ടത്തിൽ പോലും ഒരു കാര്യം പറയാം, വചനത്തിനും പ്രമാണത്തിനും നിരക്കാത്തതും യോജിക്കാത്തത് ആര് പറഞ്ഞാലും ഒക്കത്തില്ലെന്ന് പറയണം. അത് മക്കളാന്നേലും കൊള്ളാം, മരുമക്കളാന്നേലും കൊള്ളാം, കൊച്ചുമക്കളാന്നേലും കൊള്ളാം, ഇനി ആരാന്നേലും കൊള്ളാം, തീർത്ത് പറയണം. പിണങ്ങി പറയണ്ട. ഇനി എന്നെ അറിഞ്ഞെടുത്തോളം പോരെ. ദൈവത്തിന്റെ മകത്ത് ഇനി എന്നെ അറിയാം. പണ്ടൊരു തെങ്ങുന്നത് താഴെ വീണ് തലയപ്പറയെ പോയപ്പോ ഭാര്യ വന്ന് പറഞ്ഞു, എന്റെ ദൈവമേ ഇതിലും വലുത് ഏതാണ്ട്, ഇതിലും വലുത് തലയില്ല, തലയപ്പറ കിടന്ന് പടക്കുക. അവര് ഇതിലും വലുത് ഏതാണ്ട് വരേണ്ടതായിരുന്നു, ഇതിലും വലുത് തന്നെ വരാനാ. ദൈവത്തിന് മഹത്വം. അല്ല, ഞാനെപ്പോഴും പറയും, ഈ ശുശ്രൂഷയിലെ ഒരാൾ യഥാസ്ഥാനപ്പെട്ടാൽ മതി, നമ്മുടെ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹമാണ്. ആ പെട്ടകത്തിൽ അല്പജനം 8 പേര്, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്.
രക്ഷപ്പെട്ടതേ ഉള്ളൂ. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവ് ഉദാഹരണമാ. ചില നമ്മൾ ഒഴിക്കല്ലേ, പിന്നെ ഈ കൊണ്ട ജനമെല്ലാം നശിച്ചു പോവോ? നിങ്ങളിങ്ങനെ ഉപദേശവും പ്രമാണവും പറയുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാരല്ലേ അല്ലേ? എല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നവരുവാ. കാരണം 4-ാം അധ്യായത്തിനൊടുവിൽ അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങിയെന്ന 5-ന്റെ നേരെ മേളിൽ വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 5-ന്റെ നേരെ മേളിൽ 4-ാം അധ്യായം തീരുമ്പോൾ ഒരു ചെറിയ കണ്ണികയുണ്ടല്ലോ, ആ കണ്ണിക വായിച്ചേ. ആ കണ്ണിക ആദാമിന് ഒരു മകനുണ്ടായി, ഷേത്തിനൊരു മകൻ ജനിച്ചു, ഏനോശ്. ഇനി അമ്മാമ്മ വായിക്കുക. ഇവിടെ പുറകില് അമ്മ മുമ്പേ വായിക്കാൻ ആഗ്രഹിച്ചതല്ലേ, വായിച്ചേ. ഇവിടെ മുതലങ്ങോട്ട്. ഷേത്തിനൊരു മകൻ ജനിച്ചു, അവൻ ഏനോശ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. അക്കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന. അപ്പൊ ആരാധന തുടങ്ങി, എല്ലാവരും ആരാധിക്കുക. ആയിരക്കണക്കിന്, 10,000-കണക്കിന്, ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് ആരാധിക്കുക. അക്കാലത്ത് തുടങ്ങിയെന്ന്. എന്തോന്ന് ആരാധന? ആരുടെ നാമത്തിൽ? യഹോവയുടെ നാമത്തിൽ. അപ്പൊ എല്ലാവരും ദൈവത്തെ ആരാധിക്കുക. പക്ഷേ രക്ഷപ്പെട്ടത് എത്ര എണ്ണമാ? 8 പേര്. അപ്പം പിന്നെ ആരാധിച്ചവരില്ല എന്ത് ചെയ്യേ? എല്ലാവരും ആരാധിക്കല്ലായിരുന്നോ? ആയിരക്കണക്കിന്, 10,000-കണക്കിന് ആൾക്കാർ ആരാധിക്കുക. ആരാധന തുടങ്ങി, നിന്നില്ല, തുടങ്ങി. അവിടെ പ്രൈസ് ആൻഡ് വർഷിപ്പ്, ഇവിടെ പ്രൈസ് ആൻഡ്, അവിടെ ആരാധന, ഇവിടെ നോൺ സ്റ്റോപ്പ് വർഷിപ്പ്. ഇപ്പൊ അങ്ങ് ഓരോ പേരുകളാ. കൺവെൻഷന്റെ നോട്ട് ഡുനാമീസ്. പണ്ടങ്ങനല്ല, സുവിശേഷ യോഗം. ആൾക്കാർക്ക് മനസ്സിലാകുകയും ചെയ്യും എന്നാന്ന് അവർക്കും. ഇപ്പൊ അങ്ങനല്ലോ, മാരി. നമുക്ക് ഈ പെന്തിക്കോസുകാർക്ക് ചില ശൈലികളുണ്ട് കേട്ടോ, അത് പുറത്തുള്ളവർക്ക് അറിയത്തില്ല എന്നതാന്ന്. അടുത്ത സമയത്ത് ഒരാൾ മരിച്ചു, ഞാനും അടക്കത്തിന് പോവാം. അപ്പം ഈ ഫോട്ടോ വെച്ചേച്ച് എന്തുവാ പറയുന്നത് ഇങ്ങനെ ഫ്ലക്സ്. അപ്പം അതിൻ്റെ മേളിൽ എഴുതിക്കാം ഓട്ടം തികച്ചു. അപ്പം കൂടെ തന്നെ പുള്ളി സ്പോർട്സിലായിരുന്നു എന്ന് ചോദിച്ചു. നമുക്കറിയാം ഇതന്നെ. കർത്താവിൽ നിദ്ര പ്രാപിച്ചെന്ന് പറഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല. ഇത് നമ്മൾ അകത്ത് കൊടുക്കുന്ന പ്രയോഗമാണ്. എഴുതി ഓട്ടം തികച്ചു. അപ്പം കണ്ട പുള്ളി സ്പോർട്സിലായിരുന്നു. മറ്റേ പുള്ളി പറഞ്ഞു അല്ലല്ല, പുള്ളി ഇവിടെ കന്നാലിയൊക്കെ വളർത്തി, പിന്നെ പിള്ളേരിക്കടെ അമേരിക്ക പോയതിൻ്റെ ഒരു പച്ച സ്പോർട്സിലൊന്നും, പിന്നെ ഓട്ടം കണ്ടോ? നമുക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട് ദൈവത്തിന് മഹത്വം. അപ്പൊ ഇത് തെറ്റാണെന്നും ശരിയാണെന്നും ഇത് പാടില്ലെന്നും ഒക്കെ തീർത്ത് പറയണം. പറഞ്ഞു നോക്കുള്ളൂ. ശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും തമ്മിൽ വേർതിരിച്ചു കൊടുക്കണം. അങ്ങനെ ആ പുസ്തകത്തില് പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകയാൽ അവന്റെ അധരം പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോർച്ച് പഠിക്കുകയും ചെയ്യണം. അതുകൊണ്ട് ആ പുതിയ നിയമത്തിൽ വന്നപ്പോ കർക്കശമായി പറഞ്ഞു, ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം. ഒറ്റ രാത്രി കൊണ്ടാ ഭാഷന്മാരാകുന്നത്. ഉപദേശം എന്നാ, പ്രമാണം എന്നതാ, ഇത് ഞങ്ങളുടെ ഒരു പാപ്പച്ചാൻ പറഞ്ഞില്ല, ചക്കന്ന പുക്കന്ന ഇവനറിയാൻ മേല. ഈ രാജ്യത്ത് മാത്രമല്ല, എവിടെ എല്ലാവരും ഒക്കെ പാസ്റ്റർമാരാ. ചുരുക്കി പറഞ്ഞ ഒറ്റ പോലീസില്ല, മുഴുവൻ SI. ഞാനൊരാൾ ചോദിച്ചു, ഈ 10-15 എണ്ണം വന്ന് ഇവിടെ കുത്തിയിരിക്കേണ്ട വല്ല കാര്യമുണ്ട്? എവിടോട്ടെങ്കിലും പോയി വേല ചെയ്യാൻ മേലെ? 10-15 വന്ന് ചുമ്മാ നത്ത് കുത്തിയിരിക്കും പോലെ. എന്നിട്ട് നമ്മൾ അവസരം കൊണ്ട് വയൽ വിളഞ്ഞിരിക്കുന്നു, അതിന് നിനക്കെന്നാ? ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം. ഉപദേശ വിഷയത്തിൽ തീർത്ത് കാര്യം പറയണം. തെറ്റാന്നും ശരിയാന്നും ശുദ്ധവും അശുദ്ധവും മലിനവും നിർമ്മലവും തമ്മിൽ വകതിരിച്ചു കൊടുക്കണം. എല്ലാത്തിനും ചാടരുതെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. എല്ലാത്തിനും തുള്ളരുതെന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ആ ഭാഗം അങ്ങനെ അങ്ങ് വിടുക.
ദൈവത്തിന് മഹത്വം. കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. അഥവാ അവരങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ മോനെ നമുക്കിത് പറ്റുകയല്ല. നമ്മുടെ പ്രമാണം ഇതാ. ഇത് അപ്പയും അമ്മയും കൂടെ ഉണ്ടാക്കിയ പ്രമാണമല്ല, സ്വർഗത്തിലെ ദൈവം വെച്ച പ്രമാണമാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. ഞാനും നിന്റെ അപ്പനും അല്ലേ, നിന്റെ അമ്മയും ഞാനും കൂടെ ഇരുന്നുണ്ടാക്കിയ പ്രമാണമല്ല, ഇത് സ്വർഗത്തിലെ പ്രമാണമാണ്. ഇത് വെച്ചാ നമ്മളെ ന്യായം വിധിക്കാൻ പോകുന്നേ. ഒരു ന്യായവിധിയുണ്ട്. ആമൻ. ന്യായാസനത്തിന് മുമ്പാകെ ഞാനും നിങ്ങൾ നിൽക്കണം, കണക്ക് കൊടുക്കണം. ഇത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് ശാന്തമായിട്ടും സൗമ്യമായിട്ടും സ്നേഹത്തിൽ പറഞ്ഞു കൊടുത്തവരെ മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആട്ടെ, ഞാൻ ആ ഭാഗം വിടുക. കർത്താവിന്റെ മഹത്വം. അപ്പൊ കോരേശ് ജനിക്കുന്നതിന് 136 വർഷം മുമ്പ് ഈ ദൂത് പറയുകയാ. അപ്പൊ ദാനിയേൽ പ്രവചനം 5-ാം അധ്യായത്തിലെ വിഷയമാണ് ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നത്. കഥകളെല്ലാം തുറന്നിരിക്കും. ഇവന് മഹത്തുക്കൾക്ക് 1000 പേർക്ക് വിരുന്നുമൊക്കെ ഒരുക്കി, ബർത്ത്ഡേ ആഘോഷം, സ്തോത്രം, ആഘോഷമെല്ലാം നടത്തി 1000 പേര് സെലക്ട് ചെയ്ത ആൾക്കാരെ വിളിച്ചു. അപ്പോൾ പുള്ളിക്കൊരു ആഗ്രഹം, എന്തേലും ഒന്ന് വലിയ ഷാർജ ഷെയ്ക്കാന്നേ കുഴപ്പമില്ല, നാരങ്ങാവെള്ളം ആന്നേലും കുഴപ്പമില്ല, അടിച്ചത് വേറെയാ. സ്തോത്രം, വീര്യമുള്ളത്. അപ്പം പരിചാരകർ പറഞ്ഞു, തിരുമേനി ഇച്ചിരി കൂടെ എടുക്കട്ടെ. ഒന്നെ പുള്ളി ഇച്ചിരി അടിച്ച് കിറങ്ങിയപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യും, എൻ്റെ അപ്പച്ചൻ അങ്ങ് യെരൂശലേമിൽ നിന്ന് കൊണ്ടുവന്ന കുറേ പാത്രം നമ്മുടെ ദേവന്റെ ക്ഷേത്രത്തിൽ വെച്ചിട്ടുണ്ട്, രഹസ്യ അറയിൽ. അത് യഹൂദന്മാരുടെ പള്ളിയിൽ ഉപയോഗിച്ച പാത്രമാണ്, പൊൻവെള്ളി പാത്രം. അത് താഴത്തെ അറയിലിരിപ്പുണ്ട്. ഒരു കാര്യം ചെയ്യാം, അതിഞ്ഞെടുത്തോണ്ട് പോവാ. എന്നാൽ ഈ ഉള്ള പാത്രത്തിൽ കുടിച്ചേച്ച് അവിടെ എങ്ങാനും കിടന്നാൽ പോരെ. ദൈവം പിടിക്കാൻ സമയമായി, അതാ ഈ ഇളകുന്നതേ. അപ്പം ഭൃത്യന്മാരെ താഴോട്ട് വിട്ട് രഹസ്യ അറയുന്ന പാത്രം മുഴുവൻ എടുപ്പിച്ച് ആ പൊൻവെള്ളി പാത്രങ്ങളിൽ മുഴുവൻ വീഞ്ഞ് നിറച്ച് ഇവനും പരിചാരകന്മാരും വെപ്പാട്ടികളും എന്ന് വേണ്ട മുഴുവനെണ്ണം വഴിവിട്ട് വ്യവസ്ഥ തെറ്റി അടിച്ചു കിറുങ്ങി മുഴുവനുണ്ട്. അപ്പൊ ഈ ബാബിലോണിനെ പറ്റി പഠിച്ചിട്ടുള്ളവരും കണ്ടിട്ട് അതിൻ്റെ ചരിത്രം നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് പറയുന്നത് തൂക്കുവനം ഉണ്ടായിരുന്നെന്നും ആ മതിലേ കൂടെ തന്നെ ഇത്ര രഥങ്ങൾ ഓടാമായിരുന്നെന്നും ആ മതിൽ തന്നെ വലിയ വീടുകൾ ഉണ്ടായിരുന്നെന്ന, അതിലൊരു വീട്ടിലായിരുന്നു ദാനിയേൽ പാർത്തെന്ന. അല്ലാതെ താഴത്തെ വീട്ടിലല്ല, മതിലിൻ്റെ മുകളിൽ പ്രത്യേക വീട്, ആ വീട്ടിനകത്ത് ദാനിയേൽ പാർത്തു. ആ വീടിൻ്റെ കഥകാണ് യെരൂശലേമിന് നേരെ തുറന്നിട്ടത്. അപ്പോൾ പുള്ളി അവിടെ ആ പാർത്തൊന്ന് വലിയ വീതിയുള്ള മതില്, അതിൻ്റെ താഴെ വലിയ കിടങ്ങ്, കിടങ്ങിനകത്ത് മുതല, ചീങ്കണ്ണി, ഒരു തരത്തിൽ അകത്ത് കയറാൻ മേല. പിന്നെ ഈ ബാബിലോൺ സാമ്രാജ്യത്തിനകത്ത് ചുറ്റും മതില്, അതിനകത്ത് കിടങ്ങ്, അത് മുതല, പിന്നെ കൊച്ചുമതില്, പിന്നെ വലിയ രാജവീതി. അപ്പൊ ഇതിന് പ്രധാന 4 വാതില്, പിന്നെ ചെറിയ വാതിലുകൾ എല്ലാം കൂടെ അത് തന്നെ 100 വാതില്. ആ 100 തുറന്ന കാര്യമാ യെശയ്യാവ് 45 വാതിലുകൾ. സ്തോത്രം. ഈ വാതിലിനെ പറ്റി പഠിച്ചിട്ടുള്ളവര്, ചരിത്രം പഠിച്ചിട്ടുള്ളവർ പറയുന്നത് എല്ലാ വാതിലും തുറക്കത്തില്ല. അത് രഹസ്യമായ അജണ്ട പ്രകാരം ഒരു ദിവസം ഈ 100 വാതിലിൽ ഏതെങ്കിലും ഒരു വാതിൽ തുറക്കും. അത് രാജാവിന് കയറി ഇറങ്ങിയപ്പോൾ എല്ലാ വാതിലും തുറക്കത്തില്ല. അത് ഓരോ ദിവസവും ഈ 100 വാതിലിൽ ഏതെങ്കിലും ഒരു വാതിൽ തുറക്കും. അതാർക്കും അറിയത്തുമില്ല. പക്ഷെ അന്ന് രാത്രി അടിച്ച് കിറങ്ങിക്കഴിഞ്ഞപ്പം സകല വാതിലും യുവമാര് തുറന്നിട്ട് ആ ശൈലിയിൽ അങ്ങ് പറയാം. അടിച്ചു കിറങ്ങിയപ്പം രാജാവ് ചോദിച്ചു, എടാ വാതിലടച്ചോന്ന് ചോദിച്ചു. സാധാരണ ഒരു വാതിലാ, ഇത് വലിയ വിരുന്നായതുകൊണ്ട് എല്ലാ വാതിലും അങ്ങ് തുറന്നു കഴിഞ്ഞാൽ ഇത് അടയ്ക്കേണ്ടതാ. ഇവന്മാര് അടിച്ചു കിറങ്ങി നിൽക്കുക, വാതിലടച്ചില്ല. രാജാവ് ചോദിച്ചു അടുത്ത് നിന്ന പുറത്തിനോട്, എടാ ഞാൻ എൻ്റെ ശൈലി പറയാം കേട്ടോ, വാതിലടച്ചു വന്നു.
അപ്പം ഇത് ചെന്ന് കഴിയുമ്പോൾ അപ്പൻ ഏതാ, അമ്മ ഏതാ, ചേട്ടൻ ഏതാ, ചേട്ടത്തി ഏതാന്ന് അതുവരെ തിരുമേനി എന്ന് പറഞ്ഞു വന്നവൻ ഇത് ചെന്ന് പറഞ്ഞു, അളിയ എല്ലാ വാതിലും അടച്ചെന്ന്. ചക്രവർത്തി തിരുമനസിനെ വിളിക്കുക. അല്ല ഇത് ചെന്ന് കഴിയുമ്പം മറ്റൊരിവൻ പറയുന്നത് എന്ത് ബഹുമാനത്തോടാ പറയുന്നത്, തിരുമേനി അങ്ങന്ന് അവിടുന്ന് അങ്ങനെ പറഞ്ഞവൻ ഇത് ചെന്ന് കഴിഞ്ഞ അളിയ വാതിലെല്ലാം സകല വാതിലും തുറന്നു കിടക്കുക. അന്താരം സ്തോത്രം കോരേശന്റെ നേതൃത്വത്തിൽ ഏരച്ചിങ്ങോട്ട് കയറി. അവർ വന്ന് നോക്കുമ്പോൾ മുഴുവൻ വാതിലും തുറന്നു കിടക്കുക. ഇത് നമുക്ക് യാദൃച്ഛികമെന്ന് തോന്നിയാലും കോരേശ് ജനിക്കുന്നതിന് 136 കൊല്ലം മുമ്പ് പ്രവചനാത്മാവിൽ എഴുതി വെച്ചു വാതിൽ മൊത്തം തുറക്കുമെന്ന്. സ്തോത്രം. നിനക്ക് വേണ്ടി ദൈവം വാതിൽ തുറക്കും. നിനക്ക് വേണ്ടി അടയ്ക്കപ്പെട്ട വാതിൽ ദൈവം തുറക്കും. ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ലെന്ന്, ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ദാവീദിന്റെ താക്കോൽ തോളിലുള്ള യേശുവിന്റെ നാമത്തിൽ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് പ്രവചന വിഷയമാ. കോരേശനോട് ബന്ധപ്പെട്ടെങ്കിലും ഇന്ന് രാത്രി നമ്മോട് ബന്ധപ്പെട്ട് അവൻ ശത്രു അടച്ചു വച്ചിരിക്കുന്നത് ദൈവം തുറന്നു തരും. നിന്റെ നന്മയ്ക്കെതിരെ, കുടുംബത്തിനെതിരെ, ഭാവിക്കെതിരെ, ശുശ്രൂഷയ്ക്കെതിരെ, ദൈവസഭയ്ക്കെതിരെ, ആയുസ്സിനെതിരെ, ആരോഗ്യത്തിനെതിരെ ശത്രു ചിലതൊക്കെ അടച്ചു വച്ചിട്ടുണ്ടെങ്കിൽ വചനത്തിന്റെ വെളിച്ചത്തിൽ പറയുക, ദൈവം അത് തുറന്നു തരും. ദൈവം തുറന്നാൽ ആരും അടയ്ക്കത്തില്ല, ദൈവം അടച്ചാൽ ആരും തുറക്കത്തില്ല. ഇന്ന് രാത്രി വിശ്വസിച്ച് സ്തോത്രം ചെയ്യ്. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം വഴി തുറക്കും. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. അഴിയിൽ പാതയൊരുക്കുമവൻ ആശ്രിതർക്കാപത്തൊഴിക്കുമവൻ. ആഴിയിൽ പാതയൊരുക്കുമവൻ ആശ്രിതർക്കാപത്തൊഴിക്കുമവൻ. ആദിവ്യാപാലത്തിൽ ആശ്രയിച്ചോരാരും ആലംബഹീനരായി. ആദിവ്യാപാലത്തിൽ ആശ്രയിച്ചോരാരും ആലംബഹീനരായി നാദില്ല. ഏകാലത്തു തൻ ഭക്തർ തൃക്കൈയാൽ താങ്ങി നടത്തുമവൻ. കഷ്ടതയിൽ നൽതൂണത ദുഃഖത്തിലാശ്വാസ താൻ. കഷ്ടതയിൽ നൽതൂണത ദുഃഖ. അതാണ് നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാൻ കർത്താവിന് മഹത്വം. അപ്പൊ കോരേശ് ജനിക്കുന്നതിന് മുമ്പ് ദൈവാത്മാവ് എഴുതി രേഖപ്പെടുത്തി, കോരേശന്റെ ഇടയൻ അവന്റെ ഹിതമെല്ലാം നിവർത്തിക്കും, യെരൂശലേമിന് അടിസ്ഥാനമിടും, മാത്രമല്ല അവന് വേണ്ടി സകല വാതിലും ഞാൻ തുറന്നു കൊടുക്കും. താഴോട്ട് ഒത്തിരി കാര്യം വായിപ്പിക്കണം, സമയം അനുവദിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ഭാഗം വിടുക. മാത്രമല്ല പ്രവാചകന്മാര് ഈ വിഷയത്തെ പറ്റി പ്രവചിച്ചു. യിരെമ്യാവ് പ്രവചിച്ചു. യിരെമ്യാ പ്രവചനം 25-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോ. 70 സംവത്സരം തികയുമ്പോ ഞാൻ ബാബേൽ രാജാവിനെയും 70 വർഷം. അപ്പൊ 70ന്റെ കണക്ക് യിരെമ്യാവിൽ കൂടി ദൈവം പറഞ്ഞു. 29-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. യിരെമ്യാവ് 29-ന്റെ 12 വായിച്ചേ. അതിന്റെ എത്രയാ വായിച്ചേ? 29-ന്റെ 10 മുതൽ വായിച്ചേ. ബാബേലിലെ 70 സംവത്സരം. അപ്പൊ ഇവിടെ കണക്ക് കൊടുക്കുക 70 സംവത്സരം. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 36-ാം അധ്യായത്തിന്റെ 21, 22 ചേർത്ത് വായിച്ചേ. ഇതെല്ലാം നമുക്ക് അറിവുള്ള വാക്യമാണ്, വായിപ്പിക്കുന്നതേ ഉള്ളൂ.
ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 36-ാം അധ്യായത്തിന്റെ 21, 22. യിരെമ്യാവ് മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം 70 സംവത്സരം. അപ്പൊ ഇവിടെ അല്ല, 70 സംവത്സരം കഴിഞ്ഞ് ഇവരെ ബാബേലിൽ നിന്ന് മടക്കി വരുത്തു വന്ന. ദാനിയേൽ 9:2 കൂടെ വായിച്ചോ ഇതിനോട് ചേർത്ത്. ദാനിയേൽ 9:2. ആ 70 സംവത്സരം. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇവർ ഈ ദൈവത്തിന് ഹിതമല്ലാത്ത കാര്യമെല്ലാം ചെയ്ത് ബാബേലിൽ അടിമകളായി പോയെങ്കിലും കർത്താവ് ഈ ജനത്തോട് കരുണ തോന്നും. ഈ വിലാപങ്ങളിൽ ഒരു വാക്യമുണ്ട്, എന്നേക്കും തള്ളിക്കളയുകയല്ല. എന്നേക്കും തള്ളിക്കളയത്തില്ല. അല്ല, അവനെ ഇവരെ ശിക്ഷിക്കും. മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ അതാ ദുഃഖിപ്പിക്കുന്നതേ. 3-ാം അധ്യായത്തിലല്ലേ വിലാപങ്ങൾ? ഒന്ന് വായിച്ചേ. അതിന്റെ തൊട്ട് മുകളിലത്തെ വാക്യം ഒന്ന് വായിച്ചേ മാമേ. അല്ല, അതിന്റെ മേളിലത്തെ വാക്യം എന്നേക്കും തള്ളിക്കളയുകയല്ല. അതുകൊണ്ടാ പറഞ്ഞേ 70 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുത്തുവന്ന്. എന്നേക്കും തള്ളിക്കളയുകയല്ല. 70 വർഷം കഴിഞ്ഞ് തിരിച്ചു വരുത്തും, എന്നേക്കും തള്ളിക്കളയുകയില്ല. അടുത്ത വാക്യം. ദുഃഖിപ്പിച്ചാലും മഹാദയക്കൊത്തവണ്ണം ദൈവത്തിന് കരുണ തോന്നും. അടുത്തത്, മനസ്സോടെ അല്ലല്ലോ. അപ്പൊ മനസ്സോടല്ല എന്ന് പറഞ്ഞാൽ ചില ദുഃഖവും കഷ്ടതയും രോഗവും പീഡയും വരുമ്പോ നീ വെറുതെറുക്കരുത്. ദൈവം അറിയാതല്ല, ദൈവം അനുവദിച്ചാ, ദൈവം സമ്മതിച്ചിട്ടാ. മനസ്സോടല്ല നിന്നെ ദുഃഖിപ്പിക്കുന്നത്. പിന്നെ എന്തിനായി ദുഃഖം വരുന്നത്? ഒരു മാനസാന്തരത്തിനാ, ഒരു അനുതാപ ഹൃദയത്തിനാ. ഞാനും നിങ്ങളൊന്നും മടങ്ങി വരാനാ. ഈ രോഗം നിന്നെ മുടിച്ചു കളയാനല്ല, ഒരു മടങ്ങി വരവിനാ. ഈ ബുദ്ധിമുട്ട് നിന്നെ തകർത്ത് കളയാനല്ല, ഇതൊക്കെ ദൈവം മാറ്റിത്തരും. പക്ഷെ ഞാനും നിങ്ങൾ ഒന്ന് മടങ്ങി വരാനാ. ഈ പ്രശ്നം ദൈവം നിന്നെ ഉപേക്ഷിച്ചതല്ല, ഞാനും നിങ്ങൾ ഒന്ന് യഥാസ്ഥാനപ്പെടാൻ വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ 70 വർഷം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരും. പ്രവചനം പറഞ്ഞു. ആ പ്രവചനത്തിന്റെ നിവർത്തി എന്ന വണ്ണമാ എസ്രായുടെ പുസ്തകം. ഇനി എസ്രാ 1:1 വായിച്ചപ്പോ ക്ലിയർ ആകും. യിരെമ്യാവ് മുഖാന്തരം ഉണ്ടായ മതി തെളിഞ്ഞല്ലോ. അപ്പൊ യെശയ്യാ പ്രവചനം 44-ാം അധ്യായത്തിന്റെ 27, 28, 45-ാം അധ്യായത്തിന്റെ 1 മുതൽ താഴോട്ടും, ദാനിയേൽ പ്രവചനം 9:2, ദിനവൃത്താന്തം 36-ന്റെ 21, 22, യിരെമ്യാവ് 25-ന്റെ 12, 29-ന്റെ 10 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളെല്ലാം നിവർത്തീകരിക്കേണ്ടതിന്. അതാ എസ്രായുടെ പുസ്തകം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ ഞങ്ങൾക്ക് ഇതെല്ലാം നേരത്തെ മനസ്സിലായ വിഷയങ്ങളാണ്. അല്ല, അതെനിക്ക് മനസ്സിലാകുന്നുണ്ട്. ദൈവത്തിന്റെ മഹത്വം. ഇതാണ് ഇതിന്റെ ചരിത്ര പശ്ചാത്തലം. യിരെമ്യാ മുഖാന്തരം ഉണ്ടായ അരുളപ്പാട് നിവൃത്തിയാകാൻ. അതാണ് എസ്രായുടെ പുസ്തകത്തിന്റെ തുടക്കം. ഈ എസ്രായുടെ പുസ്തകം പഠിക്കുമ്പോൾ ആ പുസ്തകത്തിൽ 2 പേരുടെ നേതൃത്വത്തിലായി ഇവർ മടങ്ങി വന്നത്. ഒന്ന് സെരുബാബേല്, 2 എസ്ര. 2 പേരുടെ നേതൃത്വത്തിലാണ്. 2-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വായിച്ചേ. സെരുബാബേലിനോട് വന്നവർ യേശുവ, നെഹമ്യാവെ, സരായ, എല്ലാവരുടെയും പേരാ. അത് വായിച്ചാൽ നേരം വിളക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് സെരുബാബേലിന്റെ നേതൃത്വത്തിൽ വന്നവര്. ഏതാണ്ട് ഒരു 50,000-ഓളം പേര് വന്നു. 50,000 സെരുബാബേലിന്റെ നേതൃത്വത്തിൽ. പിന്നെ വന്നത് എസ്രായുടെ നേതൃത്വത്തില. 7:1 വായിച്ച. 7:1. എസ്രാ ബാബേലിൽ നിന്ന് വന്ന് അവന്റെ കൂടെ വന്നവരുടെ കാര്യം താഴോട്ടും പറയുന്നുണ്ട്. അപ്പൊ 2 പേരുടെ നേതൃത്വത്തിലാണ് ഇവര് ബാബേലിൽ നിന്ന് വന്നത്. വരാത്തവരുടെ ചരിത്രമാ എസ്തേറിന്റെ പുസ്തകം. അങ്ങനെ പഠിച്ചോണം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ?
ബാബേലിൽ നിന്ന് 2 പേരുടെ നേതൃത്വത്തിൽ വന്നു. ഒന്നാമത് സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ വന്നു, ഏതാണ്ട് 50,000 ചില്ലുവാനം ആൾക്കാർ. രണ്ടാമത്തെ ഗ്രൂപ്പ് എസ്രായുടെ നേതൃത്വത്തിൽ 10,000 ചില്ലുവാനം. വരാത്ത ആൾക്കാരുടെ ചരിത്രമാ എസ്തേറിന്റെ പുസ്തകം. നമ്മുടെ വിഷയം അതല്ല, അതവിടെ നിൽക്കട്ടെ. ഇങ്ങനെ ഇവര് ബാബേലിൽ നിന്ന് മടങ്ങി യെരൂശലേമിലേക്ക് വന്നു. അതിലെ ഈ സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ വന്നവരാ ദൈവാലയം പണിതത്. ദൈവാലയം എസ്രായുടെ നേതൃത്വത്തിൽ വന്നവര് നെഹമ്യാവ് അതിലെ നേതൃത്വം. എന്തെങ്കിലും ഈ ആലയം സെരുബ്ബാബേലിന്റെ നേതൃത്വത്തിൽ പണിതു. ഇനി മനസ്സിലാകുന്ന ഭാഷ പറയാം. ബിൽഡിങ്ങേ, മതിലും ബിൽഡിങ്ങും അല്ലാതെ വലിയ പണിയാ, വലിയ പൊത്തപ്പാടാ. പക്ഷേ ജനത്തെ പണിതത് എസ്രായ. പള്ളി പണിയുന്നതിലും ബുദ്ധിമുട്ടാ ജനത്തെ പണിയുന്നത്. മനസ്സിലാകുന്നില്ല? അല്ല, മനസ്സിലാകുന്നുണ്ട്. കാശുണ്ടെങ്കിൽ ബിൽഡിങ് പണിയാം. പക്ഷെ കാശ് കൊണ്ട് ജനത്തെ പണിയാനൊക്കത്തില്ല. കാരണം അച്ചാൻ്റെ കയ്യിൽ $5 ലക്ഷം ഉണ്ട്, പുള്ളിയുടെ $10 ലക്ഷം ഉണ്ട്. പിന്നെ എന്നാ പണി നടത്താനാ? മാങ്ങയാന്നോ മൂത്തത്, മാങ്ങാണ്ടിയാന്നോ മൂത്തത്? നാട്ടിലൊരു ചൊല്ലുണ്ട്, ഒരു നാഴിക്കകത്ത് കാശ് കൊണ്ട് പണി നടക്കുകയല്ല. നിങ്ങൾക്ക് 2 പേർക്ക് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ. നിങ്ങൾക്ക് 2 പേർക്ക് മനസ്സിലായാൽ മതി, കാര്യം റെഡിയാകും. കാശ് കൊണ്ട് ബിൽഡിംഗ് പണിയാം, കെട്ടിടം പണിയാം. പക്ഷേ ജനത്തെ പണിതെടുക്കുന്നതാ ബുദ്ധിമുട്ട്. സെരുബ്ബാബേലും നെഹമ്യാവും ഒക്കെ കെട്ടിടം പണിതു, അതിന് മതിലും ബിൽഡിങ്ങും ഒക്കെ ആലയമേ. പക്ഷെ വേറെ കാര്യമുണ്ട്, ആലയം പണിയും പ്രശ്നമാണ്. അതെ, ആലയം പണിയും പ്രശ്നമാണ്. ഈ ആലയം പണിയുടെ സമയത്ത് ഇവര് മടങ്ങി വന്നപ്പോൾ ഈ അന്ന് ഉണ്ടായിരുന്ന കുരുക്കുകാര് സെരുബ്ബാബേൽ ആലയം പണിയാൻ തുടങ്ങി. അന്നേരം പ്രശ്നമായി. ഇവര് മതിൽ പണിയുന്നെന്നും ആലയം പണിയുന്നെന്നും കേട്ടവന്മാര് വൈരികൾ. 4-1 വായിച്ച എസ്ര 4-1. പ്രവാസികൾ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയ്ക്ക് മന്ദിരം പണിയുന്നു എന്ന് യഹൂദയുടെയും ബെന്യാമിന്റെയും വൈരികള് കണ്ടോ, അവന്മാര് കേട്ടു. പള്ളി പണിയുന്നെന്ന്, ചർച്ച് പണിയാൻ പോവുക. വേറെ എന്ത് പണിതാലും പ്രശ്നമില്ല, ചർച്ച് പണിയുന്നതാ. അതെ. അന്നേരം ഭയങ്കര നിയമങ്ങളാ. ലൈവ് ആയതുകൊണ്ട് എനിക്ക് എല്ലാം പറയാനൊക്കത്തില്ല. ലൈവ് നിർത്തി കഴിയുമ്പോൾ ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ. അല്ല, വേറെ എന്ത് പണിതാലും വലിയ കുഴപ്പം ഇല്ല, ഇത് പണിയുമ്പോഴാ പ്രശ്നം. ചിലര് അങ്ങ് എഴുന്നേക്കും. ഞാൻ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്. എങ്ങനെയാ പറയുന്നത്,
മനസ്സിലാകുന്നുണ്ടോ? അല്ല, ആലയം പണിയുമ്പോഴാ പ്രശ്നം. എന്താ ആലയത്തിന്? ഇത് ദൈവാലയമാ. ഈ ആലയം ജീവനുള്ള ദൈവത്തിന്റെ ആലയമാ. മറ്റെന്ത് പണിതാലും വിഷയമല്ല. കാരണം ജീവനുള്ള ദൈവം ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. അവിടുന്ന് സത്യദൈവമാണ്, നിത്യദൈവമാണ്, ഏകദൈവമാ, സാക്ഷാൽ ദൈവമാ, ജീവനുള്ള ദൈവമാ. പൗലോസ് പറഞ്ഞിരിക്കുന്നത് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തു. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ, മഹത്വരാജനായി നിന്നിലേക്കിന്നവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ, മഹത്വരാജനായി നിന്നിലേക്കിന്നവൻ. ആമേ, വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോടേറ്റു പറയുവീനാമേ. വാഗ്ദത്തം പോലവൻ ഇന്നിവിടെ ആഗതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോടേറ്റു പറയുവീ. പാപം പോക്കിടും, നിൻ രോഗം നീക്കിടും. പാപം പോക്കിടും, നിൻ രോഗം നീക്കിടും. ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടും. ശുദ്ധനാക്കി നിന്നെ സ്വന്തം. ആമേ, രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീ, മഹത്വരാജനായി നിന്നിലേക്കിന്ന എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ മഹത്വരാജനായി നിന്നിലേക്കിന്നവൻ എഴുന്നള്ളിയിട. കരമുയർത്തി ദൈവത്തെ സ്തുതിക്ക്. അപ്പൊ സത്യദൈവം, നിത്യദൈവം. ഞാൻ പറയാറുണ്ട് എപ്പോഴും, എന്നെ കേൾക്കുന്ന ബഹുമാന്യരായ നിങ്ങളോട് പറയാ, ഈ ആയുസ് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം സത്യദൈവമായ, നിത്യദൈവമായ, ഏകദൈവമായ, സാക്ഷാൽ ദൈവമായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാനും ആ കർത്താവിനെ ആരാധിക്കുവാനും, ഒന്നുകൂടെ പറഞ്ഞാൽ ആ കർത്താവിനെ ശുശ്രൂഷിപ്പാനിടയായത് ഏറ്റവും വലിയ മഹാഭാഗ്യം. ഞാൻ എൻ്റെ ചെറിയ അനുഭവം പറയാം. എനിക്ക് ഭയങ്കര സംതൃപ്തിയാണ്. നിരാശയൊന്നുമില്ല. എന്നെ കണ്ടാൽ നിരാശ വല്ലതും പറയുമോ? അല്ല, ഒരു തരത്തിലും പറയത്തില്ലല്ലോ. ഈ ചിലരൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാം. അപ്പൊ ഞാൻ ഏത് ഫോട്ടോയിലും ചിരിച്ചേ നിൽക്കുള്ളൂ. ചിരിച്ചേ. എന്തിനാ കരയുന്നത്? നമ്മൾ കരഞ്ഞിട്ട് എന്നാ സാധിക്കാനാ? നമുക്ക് വേണ്ടി ഒരുവനെല്ലാം സഹിച്ചു. പിന്നെ ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി കരയാറുണ്ട്. ജനം പിടിപ്പിക്കപ്പെടുവാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അത് വേറെ വിഷയം. അല്ലാതെ കൂവിയും കരഞ്ഞു ഒന്നും നടക്കരുത്. സ്തോത്രം. നല്ല സംതൃപ്തിയാണ്. ഒരിക്കൽ ഞാൻ പറഞ്ഞു, എനിക്കൊന്നും ഒരു വിഷയമുണ്ട്. ഒരു തള്ള പറഞ്ഞു, എന്നാ ഭാരപ്പെടാൻ, എങ്ങനെ കുളിയും കഴിഞ്ഞ് പൊത്തമായിട്ട് നടന്നാൽ പോരെയെന്ന്. അവരെന്നോട് പറയുക. ഞാൻ പിന്നെ പറഞ്ഞു, തള്ളേ, നിങ്ങൾ എല്ലാവരോടും കയറി കുത്തും പോലെ എന്നോട് കയറി വിവരം അറിയിക്കത്തില്ലെങ്കിലും കാര്യം പറഞ്ഞു കൊടുക്കും. ദൈവത്തിന്റെ മകൻ. പിന്നെ അല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പ്രശ്നമുള്ളവരാ. ഒന്നല്ലെങ്കിൽ എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും നാട്ടിലൊരു പഴമൊഴിയുണ്ട്, നിങ്ങൾക്കറിയാം, ആനയ്ക്ക് തടി വാര് കയറുമ്പിന് അരിവാര്. എല്ലാവർക്കും ഉണ്ട്. ഭാരമില്ലാത്തവരാരാ ഇവിടെ ഇരിക്കുന്നത്? എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റ്. പക്ഷേ നമുക്ക് അത് നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മുടെ സകല ഭാരങ്ങളും വഹിക്കുന്ന ഒരുവനുണ്ട്. നാളുതോറും നമ്മുടെ ഭാരങ്ങൾ ചുമക്കുന്ന ഒരുവനുണ്ട്. സംതൃപ്തരായിട്ട് ജീവിക്കണം. പൗലോസ് പറഞ്ഞത് ആഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും എനിക്കറിയാം. എന്നിട്ട് പറഞ്ഞു, എല്ലാം ഞാൻ ശീലിച്ചിട്ടുണ്ടെന്ന്. എല്ലാം ശീലിക്കണമല്ലോ. അവിടെ ഒരു പറഞ്ഞു, ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ടെന്ന്. സമൃദ്ധിയായിട്ടും ഇരിക്കുന്നു. അതല്ലേ നമുക്കിപ്പോഴും അങ്ങോട്ട് തൃപ്തി വരുന്നില്ല. പക്ഷേ ചില വിഷയങ്ങളുണ്ട്, പ്രാർത്ഥിക്കണം. ഉണ്ട്. മോന്ത തെളിയുന്നില്ലല്ലോ. നാടൻ ഭാഷ അങ്ങ് പറഞ്ഞേക്കുക. തൃപ്തിയില്ലല്ലോ. എനിക്ക് ഈ സന്തോഷിക്കാനുള്ള, ഞാൻ ദൈവത്തെ അധികമായിട്ട് മഹത്വപ്പെടുത്തുന്നതിൻ്റെ ഒന്ന് രണ്ട് കാര്യം പറയാം. നിങ്ങളുടെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയാമല്ലോ. എൻ്റെ കാര്യം പറയാം. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. എനിക്ക് സന്തോഷിക്കാൻ കാര്യം, നാളത്തെ എനിക്കറിയത്തില്ല, ഇന്ന് വരെയുള്ള കാര്യമാണ്. ഒന്ന്, ഇപ്പം എനിക്ക് 49 വയസ്സാകുന്നു. അത്ര ഉള്ളേ.
എന്നാളോട് ചോദിച്ചു 65 കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അല്ല ഈ സ്വരൂപം മേലെടുത്തും കണ്ട് ചോദിച്ചതാ. ആ 65. ഒരിക്കലെ കൂടെ ഒരു സഹോദരനുണ്ടായിരുന്നു, വണ്ടിയൊക്കെ ഓടിക്കുന്നവന്. അവനും 10-25 വയസ്സുണ്ട്. അപ്പോൾ അവനുമായിട്ട് പോയപ്പം വേറൊരു അമ്മ യോഗം കഴിഞ്ഞ് ചോദിച്ചു, അപ്പനും മോനും കൂടെ ആണല്ലോ ഇന്ന്. ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. ഇനി തള്ളയോട് പറയാൻ പോയാൽ പിന്നെ ആദ്യം മുതൽ പറയണം. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് യോഗത്തിൻ്റെ ഇത് പറഞ്ഞായിരുന്നു അപ്പനും മോനും ആന്ന്. ആയിക്കോട്ടെ. അപ്പം അങ്ങനെയൊക്കെ പറയുന്ന അതൊക്കെ ഇരിക്കട്ടെ, നല്ല കാര്യം. അപ്പം ഇപ്പം എനിക്ക് 49 വയസ്സ്. എനിക്ക് തൃപ്തി വരാനുള്ളതിൻ്റെ പല കാര്യത്തിലും ഒരു കാര്യം പറയാം. ഈ 49 വയസ്സ് വരെ ഒരു തടസ്സവും കൂടാതെ ശ്വാസം എടുക്കാനും വിടാനും ദൈവം കൃപ ചെയ്തു. എന്തിനു നിരാശപ്പെടുന്നു? ഞാനിതൊക്കെ ഓർത്താ സന്തോഷിക്കുന്നതേ. എത്രയോ പേര്, കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും പ്രായമുള്ളവരും ഓക്സിജൻ വീട്ടിൽ തന്നെ വെച്ച് ജീവിക്കുന്നവരുണ്ട്. ദൈവം അവരെ വിടുവിക്കട്ടെ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്ത് ഭദ്രമായിട്ടാണ് നിന്നെ ദൈവം നടത്തുന്നത്, ഇല്ലേ? ഇതൊക്കെ അങ്ങോട്ട് ഓർത്തേ. ഇപ്പൊ ഈ യോഗത്തിനിടെ പറയുമ്പോ ഓർത്താ പോരാ, എപ്പോഴും ഓർക്കണം. ഇപ്പൊ യോഗത്തിനിടെ പറയുമ്പോ മുതല വാ പൊളിക്കും പോലെ ഇപ്പൊ മാത്രം ഇങ്ങനെ വെച്ചാ പോരാ. ഇത് കഴിയുമ്പോൾ ഇതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. ഒത്തിരി കാര്യമുണ്ട്. 1-2 കാര്യം ഒന്ന് ഓർപ്പിക്കുന്നേ ഉള്ളൂ. ഒത്തിരി ഉണ്ട്. എനിക്ക് ഈ വസ്ത്രം കഴുകി തേച്ച് സ്വന്തം കൈകൊണ്ട് ഇത് ധരിക്കാൻ ആരോഗ്യവും അവസരവും ദൈവം തരുന്നില്ലേ? എത്രയോ പേര് പരസഹായത്താലാ വസ്ത്രം ധരിക്കുന്നേ? പറ. ഇതൊക്കെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്യ്. അല്ല, മുന്നിൽ കൊണ്ടുവെക്കുന്ന ഭക്ഷണം മറ്റാരുടെയും പരസഹായം കൂടാതെ കൈകൊണ്ട് വാരി തൃപ്തിയോടെ കഴിക്കാൻ ദൈവം ഭാഗ്യം തരുന്നില്ലേ? എത്രയോ പേര് അത്യാസന്ന നിലയിൽ കിടന്ന് ട്യൂബിനകത്തൂടെ, അതും അവരുടെ ആഗ്രഹം പോലൊന്നും കിട്ടുന്നുമില്ല, കൊടുക്കാനും പറ്റത്തില്ല. ആഗ്രഹം കാണും, മനസ്സിലായോ? അതൊക്കെ വെച്ച് നോക്കുമ്പം ഇപ്പൊ ഉദാഹരണം നിങ്ങൾ പറയാം, അതിന് കൊച്ചമ്മേനെ മാത്രം കളത്ത് നിന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്താന്നേലും ഈ സ്റ്റെപ്പ് കയറി ഇവിടെ വന്നിരിക്കാൻ ദൈവം സാവകാശം തന്നില്ലേ? ഇതൊക്കെ വലിയ ഭാഗ്യമാ, വലിയ ഭാഗ്യമാ. ഇതൊക്കെ ഓർക്കുമ്പം അധികമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്ത്. മക്കളെ കണ്ടത് ഒരു ഭാഗ്യമാ, കൊച്ചുമക്കളെ കാണുന്നത് കുറച്ചുകൂടെ ഭാഗ്യമാ. ഞാൻ പറയാറുണ്ട്, ഈ ചെറുപ്പക്കാരെക്കാളും കൂടുതൽ ദൈവത്തെ സ്തുതിക്കേണ്ടത് പ്രായമുള്ളവരാ. അതിന് കൊച്ചുങ്ങളെ കാണുമ്പോൾ അധികമായിട്ട് സ്തുതിക്കണം. കാരണം യോസേപ്പിന്റെ മകനാകുന്ന മനശയുടെ മകനാകുന്ന മാഗീരിന്റെ മക്കളും യോസേപ്പിന്റെ മടിയിൽ വളർന്നെന്ന മക്കളെ കാണുന്ന ഒരു ഭാഗ്യമാ, കൊച്ചുമക്കളെ കാണുന്ന വലിയ ഭാഗ്യമാ. ഇതൊക്കെ കാണുമ്പോൾ അധികമായി ദൈവത്തെ മഹത്വപ്പെടുത്തണം. അങ്ങനെ ഓർത്ത് എന്തെല്ലാം കാര്യങ്ങളാ. പിന്നെന്തിനാ നിരാശപ്പെടുന്നേ? അല്ല, വാടകയ്ക്കാന്നേലും അല്ലാതാന്നേലും കയറി കിടക്കാൻ ഇടമുണ്ടല്ലോ. തലചായ്ക്കാൻ എത്രയോ പേര് തലചായ്ക്കാൻ ഇടവില്ലാതെ എത്രയോ പേര് ഇവിടെ ഇത്ര കാർഡും ഒക്കെ ആയിട്ട് നിൽക്കുന്ന കാണാം. എന്തോ അതിന് പറയാനെ, എന്തോ ഹോംലെസ്സോ ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, ഇതെല്ലാം നമ്മളെ യോഗം തിരികല്ലേ. തെറ്റിയോ ഞാൻ പറഞ്ഞേ? എന്താ പറഞ്ഞു, ഇംഗ്ലീഷൊക്കെ പറയാൻ തുടങ്ങിയല്ലോ എന്ന്. ഞാനും 2 എണ്ണം പറയട്ടെ. ദൈവത്തിന് മഹത്വം. അല്ല, അവരെയൊക്കെ വെച്ച് നോക്കുമ്പോ എന്ത് ഭദ്രമായിട്ടാ ദൈവം നമ്മെ നടത്തുന്നേ. സ്തോത്രം, സ്തോത്രം. വാഹനം ഓടിക്കാൻ ദൈവം കൃപ തരുന്നില്ലേ? എനിക്കാണെ ആരെയും പരസഹായമില്ലാതെ ഒക്കത്തില്ല. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ആലപ്പുഴ ജോർജ് കുട്ടി പാസ്റ്ററുടെ സഹധർമ്മിണിയുടെ ഒക്കെ ചെന്നു. ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് പ്രായം, പറഞ്ഞു 87 കഴിഞ്ഞു. ആരാധനയ്ക്ക് പോകും. എങ്ങനെയാ പോകുന്നത്? ഞാൻ വണ്ടി ഓടിച്ചാ പോകുന്നെന്ന്. 87 വലിയ മഹാഭാഗ്യമല്ലേ? അല്ല, അമ്മ നല്ല പ്രത്യാശയോടായിരിക്കുന്നത്. അല്ല, നിങ്ങളെ പോലെ ഒന്നും അല്ല ഇരിക്കുന്നത്. അതെ, പ്രത്യാശയോടായിരിക്കുന്നത്. ഞാൻ പോയി കണ്ടേച്ചു വന്നതാ. ദൈവത്തിന്റെ മഹത്വം. അല്ല, ഇതൊക്കെ ഓർത്താൽ അധികമായി ദൈവത്തെ മഹത്വപ്പെടുത്തണം. എന്തിനാ നിരാശപ്പെടുന്നേ? തീയിൽ ഊതി കഴിച്ച പൊന്മതിയ നീ നദിക
ഞാൻ നിധിയാം തീയിൽ ഊതി കഴിച്ച പൊന്മതിയാ പൂവിൽ ക്രിസ്തുവുള്ളവനെ പോൽ ഇത്ര ധനികൻ ഇല്ലറിയ എന്തിനാകൂലം കലരുന്നൻ മനമേ എന്തിനാകൂലം അമ്മേ ഭൂവിൽ ക്രിസ്തുവുള്ളവനെ പോൽ ഇത്ര ധനികൻ ഇല്ലറിയ എന്തിനാകൂലം കലരുന്നൻ മനമേ എന്തിനാകൂലം യേശു നായകൻ സമാധാന ദായകൻ നിനക്കെന്നും ധനമേ എന്തിനാകൂലം കരമുയർത്ത് ദൈവത്തെ സ്തുതിക്ക്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതാ നിന്റെ ഭാഗ്യം. പ്രൈസ് ദി ലോർഡ്. ഈ കൃപയിൽ വന്നതാ നിന്റെ ഭാഗ്യം. നീ സ്നാനപ്പെട്ട് കൂട്ടായ്മയിൽ വന്നതാ നിന്റെ ഭാഗ്യം. നീ അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കുന്നതാ ഭാഗ്യം. നീ തിരുമേശ എടുക്കുന്നത് ഒരു വലിയ മഹാഭാഗ്യമാ. നീ വേർപാട് പാലിച്ച് ഈ സത്യത്തിന് സാക്ഷിയായി ആക്ഷേപങ്ങളും നിന്ദകളും അപമാനങ്ങളും പീഡകളും ഒക്കെ സഹിച്ച് ഈ നിൽക്കുന്നത് നഷ്ടമല്ല. സഹിക്കുന്നവര് കൂടെ വാഴും. അവർ നിങ്ങൾക്കായിട്ടൊരു നഗരം ഒരുക്കിയിട്ടുണ്ട്. ആരും അപകരിക്കാത്ത, ആരും പിടിച്ചു പറിക്കാത്ത, ആരും അപകരിച്ചെടുക്കാത്ത ഒരു പുത്തൻ നഗരം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. പിതാക്കന്മാരെല്ലാം കൂടാരവാതിക്കലിരുന്നതിനെ പറ്റി എബ്രായക്കാരൻ പറയുക, അവൻ വാഗ്ദത്തങ്ങൾക്ക് കൂട്ടവകാശികളാകുന്ന ഇസഹാക്കിനോട് യാക്കോബിനോട് കൂടാരങ്ങളിൽ പാർത്ത് ദൈവ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരിക്കുക. ദൈവത്തെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിക്കത്തില്ല. യഹോവയെ കാത്തിരിക്കുന്നവൻ ശക്തിയെ പുലുക്കും. അവർ കടുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയരും. ക്ഷീണിച്ചു പോകാനോ നടക്കും, തളർന്നു പോകാനോ ഓടും. ഇന്ന് രാത്രി നമ്മുടെ പ്രത്യാശ വർദ്ധിക്കട്ടെ. കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു. കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എന്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അന്തരവടബല ധിരിവികവരവടബല ദൂരവ ഛൈതൽക്കമനവടബല ധിരിവികവലവടബല ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഓ ജീസസ്, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഉഷസ്സിനായി കാത്തിരിക്കുന്നവരെക്കാൾ എന്റെ ഉള്ള യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഓ ദൈവത്തിന് മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്തൻ വരവിനായി കാത്തിരിക്കുന്ന ഞാൻ, കർത്തൻ വരവിനായി കാത്തിരിക്കുന്ന ഞാൻ, കാരുണ്യനീതിയെ കാണുവാൻ വെമ്പുന്നേ. കാരുണ്യനീതി ഓ കാലങ്ങൾ ദീർഘമാക്കല്ലേ, ഇനിയും കാലങ്ങൾ ദീർഘമാക്കൽ. ആമേ, കാലങ്ങൾ ദീർഘമാക്കല്ലേ, ഇനിയും കാലങ്ങൾ ദീർഘമാക്കല്ലേ. രാജാതിരാജൻ വരും നീർ ആമേ, താന്റെ വിശുദ്ധരെ എർത്തിടുവാൻ. രാജാതി കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. അപ്പൊ ഈ പള്ളി പണിയുന്നതിലും പ്രയാസമാ ജനത്തെ പണിയുന്നത്. വലിയ ബുദ്ധിമുട്ടാണ്. അല്ല, പള്ളി പണിയുന്നതും പ്രശ്നമാ. ഇവര് മന്ദിരത്തിന് അടിസ്ഥാനം ഇട്ടെന്ന് കേട്ടപ്പോൾ വൈരികൾ എതിർത്തു. അല്ല, 4-ാം അധ്യായത്തിൽ ഒന്നുകൂടെ വായിച്ചോ, 4:1. ഈ വൈരികൾ കേട്ടപ്പോൾ എക്യൂമിനിസം നമുക്ക് ഒന്നിച്ചു
ഓടാം. ഞാൻ പറയുന്നില്ലെന്നും. അപ്പം ഞങ്ങൾ പിന്നെ ഓണസദ്യ ഒരുക്കുമ്പം അച്ചായൻ ഫാമിലിയായിട്ട് പറയണം. ഇത്തവണ തൂഷണല ഇട്ടാണ് സദ്യ. ഞാനൊന്ന് എനിക്ക് അവസരം താ. ഞാൻ വരുന്നു, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. നമുക്ക് എല്ലാത്തിനൂടെ നമുക്ക് എല്ലാവരും അഡ്ജസ്റ്റ്മെന്റില്ലേ, ഞങ്ങളൂടെ പണിയ, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം. എടാ, അഭിഷേകമില്ലാത്തവനെ, കൃപയില്ലാത്തവനെ പണിക്ക് കൂട്ടിയാൽ ഇത് പൊളിയും. കാശ് കാണും, പൊസിഷൻ കാണും, പിടിപാട് കാണും, കേന്ദ്രത്തിലും ഉന്നതന്മാരും ഒക്കെ ആയിട്ട്. ഈ പണി അത്ര പണിയല്ല. ഇത് പരിശുദ്ധാത്മാവാ പണിതുകൊണ്ടിരിക്കുന്നത്. മൂലക്കല്ല് യേശു ക്രിസ്തുവാ. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനമാണ്. ഇത് നടത്തുന്നത് സെൻട്രൽ പാസ്റ്റർ അല്ല പണി നടത്തുന്നത്. ഞങ്ങളൊക്കെ ഇതൊരു നടത്തിപ്പുകാരെന്നുള്ളൂ. പണി നടത്തുന്നത് പരിശുദ്ധാത്മാവാ. ആ പണിക്ക് കുണം പിടിക്കാത്തവനെ കയറ്റിയാൽ സ്തോത്രം. നാലിന്റെ ഒന്നൊന്നുകൂടെ വായിച്ച നെഹമ്യാവ് 4:1. ഇത് മറിക്കരുത്, ഇത് മറിക്കാറ്. നെഹമ്യാവ് 4:1 വായിര്. നെഹമ്യാവ് ഇപ്പൊ എസ്രായല്ലേ വായിച്ചത്, നെഹമ്യാവൂടെ വായിച്ചു. അത് ഞങ്ങള് മതില് പണിയുന്നുവെന്ന് സൻബല്ലത്ത് ആ ആ ആ ഈ ദുർബലന്മാരായ എന്തോ വർത്താനമൊക്കെ ദുർബലന്മാര്. ഇവരെ പറ്റി സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്ന കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ടെന്ന്. അവരെ പറ്റി ഇവന്മാരെ അഭിപ്രായം പറയാ. എനിക്ക് നിങ്ങൾ ചിലരിങ്ങനെ വചനം ആസ്വദിക്കുന്നത് കൊണ്ട് എനിക്ക് വളരെ സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഇത് വചനം പ്രകാശിക്കുന്നു. അപ്പൊ ഇത് ഇങ്ങനെ നിന്ന് പറഞ്ഞാൽ ഞാൻ ദൈവകൃപയെ ശരണപ്പെട്ട് ഒരു 3-4 മണിക്കൂറോടെ നിൽക്കാം. വേണ്ട പാസ്റ്റർ, അധികം നിൽക്കണ്ടെങ്കിൽ ഇരിക്കുന്നതാ നല്ലതെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പം ചിന്ത വന്നിട്ടുണ്ട്. വേണ്ട ഞാൻ അങ്ങ് ഇരിക്കാം. ദൈവത്തിന് മഹത്വം. അല്ല, വചനത്തിന് ശക്തിയാ. ഇവര് പറയാ ദുർബലന്മാര്. പക്ഷെ സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ ഇവരെ പറ്റി ദുർബലന്മാരെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അറിവുള്ള വാക്യമാ, വായിച്ചോ. 23 വായിര് 22-ാം വാക്യം വായിച്ചോ. 22 കാട്ടുപോത്തിന് തുല്യമായ അവരെ പറ്റി ഇവന്മാര് പറയാ ദുർബലന്മാരാന്ന്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഞങ്ങളൂടെ പണിയാ. ഞങ്ങൾ പിന്നെ ഇടയ്ക്കൊന്ന് പുക വലിക്കും, പിന്നെ ഇടയ്ക്ക് ഇളപ്പ് കിട്ടുമ്പോൾ 2 അച്ചായൻ കുടിക്കണ്ട, പക്ഷെ അടുത്തിരിക്കണം. ഞാൻ വലിച്ചങ്ങോട്ട് നൂതുമ്പോ അച്ചായൻ അത് ആസ്വദിച്ചോണം. മനസ്സിലാകുന്നില്ല. സ്തോത്രം. ഞങ്ങളൂടെ പണിയാന്ന്. ദൈവത്തിന്റെ മകത്ത്. അപ്പൊ പറഞ്ഞു ഒക്കത്തിലൊക്കെ ഞങ്ങൾ പണിതോളാം. അവന്റെ ദാസന്മാരാകുന്ന ഞങ്ങള് പണിയും. അപ്പൊ ഇവര് പ്രശ്നം ഉണ്ടാക്കി. സൻബല്ലത്തും ഇവര് കത്തെഴുതി. അന്നും ഉണ്ടായിരുന്ന എഴുത്തുകാര്. അന്നും ഭയങ്കര എഴുത്തുകാര്. അന്നും ഉണ്ട്. ഒരു തൊഴിലും ഇല്ലല്ലോ, ചുമ്മാ ഇരുന്ന്. അതെ, കത്തെഴുതി. 11-ാം വാക്യമല്ലേ, 4-ാമത് എസ്രാ 4:11 ആ കണ്ണിക തുടങ്ങുന്നത്. ആ പകർപ്പിന്റെ കാര്യ പറഞ്ഞു. വായിച്ചോ, പകർപ്പ് വായിച്ചു. എന്നാ ഒരു വെപ്രാളം. ഞാൻ മുമ്പേ അറിഞ്ഞ ചണ്ണപ്പേട്ട തങ്കച്ചായന്റെ അനിയനാ വിവാഹം ചെയ്തെന്നാന്നോ? പിന്നെ കൊച്ചുമൻ പറഞ്ഞാണെന്ന്. അത് മറ്റേ നമ്മുടെ എന്തുവാ കുളത്തൂപ്പുഴ തങ്കച്ചായൻ. ഇപ്പൊ തിരുവനന്തപുരത്ത് താമസിക്കുന്നത്. അത് തന്നെ. ചണ്ണപ്പേട്ട അത് അല്ലേലിയ തങ്കച്ചായൻ, ബൂക്ക് തങ്കച്ചായന്. അത് ബൂക്ക്
ഇപ്പൊ അതും അവിടെ നിൽക്കട്ടെ, ഇത് വായിര്. അതിന്റെ പുറകെ പോകാതെ ഇതിന്റെ പുറകെ വാ. അവർ അർത്തഹ്ശ രാജാവിന് അയച്ച പത്രികയുടെ പകർപ്പ് എന്തെന്നാൽ, നദിക്കിക്കരയുടെ ദാസന്മാരെ പുരുഷന്മാർ ഇത്യാദി രാജാവ് ബോധിപ്പാൻ തിരുമ്പിൽ നിന്ന് പുറപ്പെട്ടു. ഞങ്ങളുടെ അടുക്കൽ യെരൂശലേമിൽ വന്നിരിക്കുന്ന അപ്പൊ താഴോട്ട് വായിച്ചു വരുമ്പോൾ ഈ പണിക്കെതിരെ ശക്തമായ എതിരുണ്ടാക്കി, കത്തൊക്കെ എഴുതി രാജാവിന്. ഇവന്മാരെല്ലാം കൂടെ ചേർന്ന് നിങ്ങൾ പണി കണ്ട ഞങ്ങൾ. അപ്പൊ ഇഷ്ടപ്പെട്ടില്ല. സൻബല്ലത്തിൻ തോബിയാബിൻ കൂട്ടുകെട്ടുകളും, സൻബല്ലത്തിൻ തോബിയാബിൻ കൂട്ടുകെട്ടുകളും, ചഞ്ചലമുണ്ടാക്ക് കലകവാക്കുകളും, സൻബല്ലത്തിൻ തോബിയാബിൻ കൂട്ടുകെട്ടുകളും, ചഞ്ചലമുണ്ടാക്ക് കലകവാക്കുകളും, സന്തോഷത്തോടെ ഈ സാഗിച്ചവൻ അരികിൽ ചെല്ല, എല്ലാം സാഗിച്ചവൻ അരികിൽ ചെല്ല, യേശുവി നിന്നയെ ചുമക പാളയത്തിൻ പുറമെ പോക, യേശുവി നിന്നയെ ചുമക പാളയത്തിൻ പുറമെ. അപ്പൊ ഇവര് പ്രശ്നമുണ്ടാക്കി, കൂട്ടുകെട്ടുണ്ടാക്കി, എഴുത്തെഴുതി എന്തിനേറെ എല്ലാം വിവരിക്കുന്നില്ല. എഴുത്തെഴുതി പണി മുടക്കിച്ചു. 21-ാം വാക്യം. പണി മുടക്കിച്ചു. പണിമുടക്കികൾ ഒത്തിരി സ്ഥലത്തുണ്ട്. പണി മുടക്കിച്ചു. പക്ഷെ പണി മുടക്കിച്ചു കഴിഞ്ഞ് ഇവര് പണിയാതിരുന്നപ്പോൾ പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ആ സമയത്ത് എഴുന്നേറ്റ് പ്രവചിച്ച പ്രവാചകന്മാർ പ്രധാനികളാ ഹഗ്ഗായി പ്രവാചകനും സെക്കരിയാവും. അപ്പൊ ആ പ്രവചനവും കൂടി ഇതിനോട് ചേർത്ത് പഠിച്ചെങ്കിലേ ഇത് ഒക്കൂ. പുസ്തകം സങ്കീർത്തനോ സദൃശവാക്യോ യെശയ്യാവ് യിരെമ്യാവ് ഒക്കെ കഴിഞ്ഞാ കിടക്കുന്നെങ്കിലും ആ 2 പുസ്തകം ഇങ്ങോട്ട് ചേർത്ത് വേണം പഠിക്കാൻ, എങ്കിലേ ഇത് ഏറെക്കുറെ പിടികിട്ടുള്ളൂ. അപ്പോൾ ഹഗ്ഗായി സെക്കരിയാവ് ഈ സന്ദർഭത്തിൽ എഴുന്നേറ്റ് പണി നിർത്തി വെച്ച് കഴിഞ്ഞപ്പോൾ ഹഗ്ഗായി എഴുന്നേറ്റ് പറഞ്ഞു, നിങ്ങൾ തട്ടിട്ട വീട്ടിൽ പാർക്കുക, ദൈവാലയം ശൂന്യമായി കിടക്കുക, നിങ്ങൾ എന്നെ അടങ്ങിയിരിക്കുന്നേ. ജനം ഉണർന്നു. വല്ല പൊട്ടനും പോഴനും എല്ലാം പണി മുടക്കിയെന്നും പറഞ്ഞ് നിങ്ങൾ മടുത്തു പോകരുത്, ക്ഷീണിച്ചു പോകരുത്. ദൈവാലയം പണിയണം. നിങ്ങൾ തട്ടിട്ട വീട്ടിലല്ലേ പാർക്കുന്നത്, ആലയം ശൂന്യമായി കിടക്കുക, നിങ്ങൾക്ക് ഇത് ഏതുമില്ലയോ, നിങ്ങളെല്ലാം ഇങ്ങനെ മൗനമായിട്ടിരിക്കുന്നത്. അപ്പൊ ഉണർത്തപ്പെട്ടപ്പം വീണ്ടും അധികാരികളുടെ ഉള്ളത്തോട് ഇടപെട്ട് പണി ആരംഭിച്ചു. അപ്പോൾ ശക്തമായ പോരാട്ടം വന്നപ്പോൾ സെക്കരിയാവ് പ്രവചിച്ചു. എന്തുവാ? ഈ സൻബല്ലത്തെ തോബിയാവ് വേറെ ചില കക്ഷികളൊക്കെ എതിർത്ത് വന്നപ്പോൾ സെക്കരിയാവ് ഒരു പ്രവചനം നടത്തി. 4-ാം അധ്യായം ഓടിച്ചങ്ങ് നിർത്തിയേക്കാം. 4-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യമായിരുന്നു. 4:7. സെക്കരിയ, സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ സമഭൂമിയായി തീരും. പിന്നെ കൃപകര വന്ന് ആർപ്പോടെ ആണിക്കല്ല കഴിച്ചും. പിന്നെ ഈ കൈ, അവന്റെ കൈ ആലയത്തിന് അടിസ്ഥാനമിടുവന്ന് പ്രവചനാത്മാവ് നിറയുക. ഈ പണി ശത്രു മുടക്കിയെങ്കിൽ നിരാശപ്പെട്ടു പോകരുത്, ആലയത്തിന് അടിസ്ഥാനമിടാൻ പോവുക. ഈ അടിസ്ഥാനക്കല്ല് ശലോമോന്റെ കാലത്ത് പണിത കല്ലുണ്ട്, അടിസ്ഥാനക്കല്ല്. ഭയങ്കര കേമമാണ്. അതൊക്കെ കണ്ടങ്ങ് സന്തോഷിച്ചു. ആ കല്ലിന്റെ വിശേഷത രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 7-ാം അധ്യായത്തിന്റെ 9 മുതൽ വായിച്ചേ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 7-9 മുതൽ. അടിസ്ഥാനം മുതൽ ഉത്തരക്കല്ല് വരെയും പ്രാകാരം വരെയും തോതിന് വെട്ടി. നമ്മുടെ ഇഷ്ടത്തിന് വെട്ടുകയല്ല. അല്ല, ഇങ്ങോട്ട് നോക്ക് അച്ഛാ, തോതും പ്രകാരം വെട്ടണം, നമ്മുടെ ഇഷ്ടത്തിന്. ഇത് ഇപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് വെട്ടി ഓരോന്നിനെ കൊണ്ടിരുത്തിയിരിക്കുക. ചാക്കോച്ചൻ അവിടെ ഇരിക്കുക, വേവിച്ചൻ ഇവിടെ ഇരിക്കുക, പാമ്പച്ചൻ ഇവിടെ ഇരിക്കുക, തങ്ങച്ചായൻ ഇവിടെ ഇരിക്കുക. നമ്മുടെ തോതിനെല്ലാം വെട്ടി വെച്ചേക്കുക. ഇത് പ്രമാണപ്രകാരമുള്ള തോതിന് വെട്ടണം. അകവും പുറവും അങ്ങനത്തെ കല്ല. അയ്യോ, എനിക്കിവിടെ നിന്നങ്ങ് നല്ല മെസ്സേജ് പറയാൻ തോന്നുന്നുണ്ട്.
അകവും പുറവും ഈർച്ചവാള് കൊണ്ട് അങ്ങനെ അറക്കണം. ഇതിനകത്ത് കയറുന്ന കല്ലേ ജീവനുള്ള കല്ലാകുന്ന അവന്റെ അടുക്കൽ വന്നിട്ടും നിങ്ങളും അപ്പൊ ആ കല്ലിന് അകവും പുറവും ഈർച്ചവാള് കൊണ്ട് എന്ന് പറഞ്ഞ ആന്തരിക ശുദ്ധീകരണവും ബാഹ്യ ശുദ്ധീകരണവും. ഇപ്പൊ ആൾക്കാർ പറഞ്ഞത് പുറത്തെങ്ങനെ ആയാലും കുഴപ്പമില്ല, നമ്മുടെ അകം പുറത്ത് നമുക്ക് ഇറുകി പറ്റുന്ന പാൻറ്, ലസി എന്നെ കുന്തത്തിന്റെ പേരും വേണം, ലെഗീൻസ്, എന്തേലും കോടാലി നിന്റെ എല്ലാം തലയിൽ തുണി ഇട്ടാലും ഇട്ടില്ലെങ്കിലും ആസ് യു ലൈക്ക്, ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ, തെറ്റിയോ ആസ് യു ലൈക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് പറയത്തില്ല, പറ. അകവും പുറവും ഈർച്ചവാള് കൊണ്ട് അതുകൊണ്ടാ പണിയേണ്ടത്. അയ്യോ 8 മണിയായി, മതി, നമുക്ക് കർത്താവ് അനുവദിച്ച ഞാൻ നിന്ന് പ്രസംഗിച്ച ഒരു 5 മണിക്കൂറൂടെ ഈ വിഷയം നിന്ന് അടുക്കടുക്കായിട്ട് നിങ്ങൾ വചനം ആസ്വദിക്കുന്നവർ ഇതിനകത്തുണ്ട്, എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. നല്ലതുപോലെ നിങ്ങൾ വചനം അതുകൊണ്ട് എനിക്ക് നിന്ന് പറയാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. ഇന്ന് നമുക്ക് നാളെ ജോലിയൊക്കെ ഉള്ളതല്ലേ, ഒത്തിരി തിരക്കുണ്ടെങ്കിലും നിങ്ങൾ ഈ ഞായറാഴ്ച കഴിഞ്ഞ് ഇത്രയും പേര് വന്നില്ലേ, വലിയ സന്തോഷം. ഒരു 3 മിനിറ്റ് എടുത്തോട്ടെ പറ. 10 വേണ്ട 5 മിനിറ്റ് ആട്ടെ. ഇവർ 2 പേരുടെ സാക്ഷിയിൽ ഏത് കാര്യവും ഉറപ്പിക്കാവില്ല. 5 മിനിറ്റ് കൊണ്ട് ഒരു 5 മിനിറ്റ് ദൈവത്തിന്റെ മഹത്വം. ഈ അടിസ്ഥാനക്കൽ ഇങ്ങനെ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല, നേരമില്ല. അകവും പുറവും അറത്ത് ചെത്തി ക്രമപ്പെടുത്തി വേണം ഇതിനകത്ത്, അല്ലാതെ ആ കിടക്കുന്ന പടുതി കൊണ്ട് കല്ല് വെച്ച് പണിയരുത്. അമ്മമ്മ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, വന്നിരുന്നാ മതി. സൺഡേ വരണമെന്നേ, പിന്നെ മൺഡേ മുതൽ സാറ്റർഡേ വരെ അമ്മാമ്മയ്ക്ക് എവിടെ വേണേലും സൺഡേ വരണേ, മറക്കരുതേ. പോണോ? പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കൊടുക്ക. അല്ല എല്ലാവരും ഉണ്ട്. പിന്നെ എല്ലാവരും ഇവിടെ ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടെന്നില്ല പുള്ളി പറഞ്ഞ പോലെ. ദൈവത്തിന് മഹത്വം. അപ്പൊ അകവും പുറവും ഈർച്ച വാളാൽ അറുക്കപ്പെടണം, അറുത്ത് കൊണ്ടുവരണം. ഇതാ കല്ലുകട പണി, ഞാൻ വിസ്തരിക്കുന്നില്ല. താഴോട്ട് ഇതാ അടിസ്ഥാനക്കല്ലേ, അടിസ്ഥാനക്കല്ല്. ഈ അടിസ്ഥാനക്കല്ല് ഇട്ടു. ആലയം പണി തുടങ്ങിയപ്പോൾ അവൻ ശത്രു എഴുന്നേറ്റു. എസ്രായുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8 മുതൽ ആ പണിയുടെ നടത്തിപ്പ് വരുന്നത്. എല്ലാം വായിക്കാൻ നേരമല്ല, 3:12 വായിച്ചേ. 3:12. അടിസ്ഥാനമിട്ടു. അപ്പോൾ അടിസ്ഥാനമിടുക. ഈ അടിസ്ഥാനമിട്ട് കഴിഞ്ഞപ്പോൾ ശത്രുക്കൾ എതിർത്തു വന്നു. എതിർത്തപ്പോൾ സെക്കറിയാവിൽ കൂടി പ്രവചിച്ചു. ആമേൻ, സ്തോത്രം. ആലയത്തിന്റെ അടിസ്ഥാനം ഇട്ടിരിക്കുക. സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ. ഈ പർവ്വതം എന്നവിടെ ഉദ്ദേശിക്കുന്നത് ചില വ്യക്തികൾ എതിരായിട്ട് നിൽക്കുന്നതാ. നമ്മുടെ ജീവിതത്തിൽ ചില വ്യക്തികളും ചില പ്രശ്നങ്ങൾ എതിരായിട്ട് വരും, ചില പർവ്വതങ്ങൾ നിൽക്കുക. എന്നാൽ ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയുക, ഈ പർവ്വതത്തെ ദൈവം മാറ്റിത്തരും. നിന്റെ ആത്മീക പണിക്കെതിരെ, ഭൗതിക പണിക്കെതിരെ, ആത്മീക നിലവാരത്തിനത് പർവ്വതസമമായി നിൽക്കുന്ന ചില പ്രശ്നങ്ങള് ഇന്ന് രാത്രി ദൈവം മാറ്റുവന്ന്. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവചനം 45-ാം അധ്യായത്തിന്റെ 15 അല്ലേ, 41-ന്റെ 15 ഒന്ന് വായിച്ച. 41-ന്റെ 15. നീ പർവ്വതങ്ങളെ മെതിച്ച്, നിന്റെ മുൻപ് നിൽക്കുന്ന പർവ്വതത്തെ നീ മെതിച്ച് പൊടിക്കുവന്ന്. മതി. നിന്റെ മുൻപ് നിൽക്കുന്ന പർവ്വതത്തെ നീ മെതിച്ച് പൊടിക്കും. ഇന്ന് രാത്രി ധൈര്യപ്പെട്ടോണം. ഇവിടെ സെരുബ്ബാബേലോട് പറയാ, സെരുബ്ബാബേലേ, നിന്റെ മുമ്പിലുള്ള മഹാപർവ്വതം
അത് ഏതാന്നേലും ദൈവം അത് നീക്കുമെന്ന് കൃപ എന്ന ആർപ്പോട് ആണിക്കൽ കയറ്റും. എന്താ? സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ പർവ്വതങ്ങളെ അവിടെ സ്ഥാനത്ത് നിന്ന് ഇളക്കി മാറ്റും. മത്തായി സുവിശേഷം വായിക്കേണ്ട കർത്താവ് പറയുക, വിശ്വസിച്ച് ഈ മലയോട് നീങ്ങി കടലിൽ ചാടി പോകാൻ പറഞ്ഞാൽ അത് മാറും. നിന്റെ മുൻപിൽ നിൽക്കുന്ന പർവ്വതത്തെ വിശ്വസിച്ച് പറയണം, യേശുവിന്റെ നാമത്തിൽ ഈ പ്രശ്നത്തിന് ദൈവം ഇന്ന് രാത്രി വിടുതൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജയം, യേശുവിന്റെ നാമത്തിൽ എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഞാന് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, ഒരു നാട്ടിലുമുണ്ട്. അതിന് ട്രെയിനെ യാത്ര ചെയ്യുമ്പോൾ അപകടമോ പ്രയാസമോ അങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോൾ പെട്ടെന്ന് ചങ്ങല വലിച്ചു നിർത്തും. ഇന്നങ്ങ് ചങ്ങല വലിക്കുക. എങ്കിലും നിങ്ങൾ ഇന്നലെ എനിക്ക് ഒത്തിരി സമയം പ്രസംഗിക്കാൻ തന്നു, സന്തോഷം. ഇപ്പം 2 മണിക്കൂറോളം തന്നു, വളരെ സന്തോഷം. അതിലുപരി നിങ്ങളെല്ലാം എന്നെ കേട്ടിരുന്നല്ലോ, വളരെ സന്തോഷം. ഒരപേക്ഷ. നാട്ടിലൊരു ചെറിയ സഭയുണ്ട് തിരുവല്ലായിൽ, കർത്താവിൻ്റെ ദാസം വന്നിട്ടുണ്ട്. വേച്ചാൻ വന്നില്ല, പിന്നെ ആരും വന്നിട്ടില്ല. നമ്മുടെ റിബു വന്നു. കൊട്ടാരക്കര എന്നാന്ന് പറയാറാ വന്നത്, ഒരാൾ വരുന്നെന്നാ പറഞ്ഞ്. വന്നു കഴിഞ്ഞപ്പോൾ ആളിന്നതാന്ന് അറിഞ്ഞ് അദ്ദേഹം വന്നു, സന്തോഷം. ഇനി നിങ്ങൾ നാട്ടിൽ വരുമ്പം അവരിപ്പോൾ ഇവിടെ ഇല്ലല്ലോ, ഇന്റർനെറ്റ് ആണല്ലോ. അപ്പം ശ്രദ്ധിച്ചേ, അവരും വന്നു. അപ്പം ഇനി നിങ്ങൾ നാട്ടിൽ വരുമ്പം നിങ്ങളുടെ സമയവും സാഹചര്യവും ഒന്നും അറിയത്തില്ല, അവസരം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അവിടെ ആരാധനയ്ക്ക് ഒരു സഭായത്തിന് വന്ന് സംബന്ധിക്കണമെന്ന് എല്ലാവരോടും അപേക്ഷിക്കുന്നു. നിങ്ങളുടെ സാഹചര്യമൊന്നും അറിയത്തില്ല,